السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وأصدق السنن سنن محمد صلى الله عليه وسلم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وضرب الله مثلا قرية كانت آمنة مطمئنة يأتيها رزقها رعدا من كل مكان. സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ, സഹോദരന്മാരെ, സഹോദരിമാരെ, സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന ലോകരക്ഷിതാവായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങളും വിധിവിലക്കുകളും ജീവിതത്തിലുടനീളം കാത്തു സൂക്ഷിക്കണമെന്ന് ആമുഖമായി തന്നെ ഉണർത്തുകയാണ്, ഓർമ്മപ്പെടുത്തുകയാണ്. മനുഷ്യൻ്റെ ജീവിതത്തിൽ എല്ലാവരും ആഗ്രഹിക്കുന്ന ഒന്നാണ് സ്വസ്ഥതയും സമാധാനവും. സമാധാനത്തിൻ്റെ വഴി കണ്ടെത്താൻ വേണ്ടി പലതരത്തിലുള്ള മാർഗങ്ങൾ അന്വേഷിക്കുന്ന ആളുകളുണ്ട് ഭൂമിയിൽ. ഒരു സമാധാനം ലഭിക്കാൻ എന്താണ് വഴി എന്ന് അന്വേഷിച്ചുകൊണ്ട് പലതരത്തിലുള്ള വഴികൾ, അള്ളാഹു അനുവദിച്ചതും അനുവദിക്കാത്തതുമായ വഴികളൊക്കെ അന്വേഷിക്കുന്ന ആളുകളുണ്ട്. എവിടെ നിന്നാണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം സമാധാനം ലഭിക്കുക, ഏത് രൂപത്തിലാണ് ഒരു വിശ്വാസിക്ക് സമാധാനം കണ്ടെത്താനുള്ള വഴി എന്ന് പരിശുദ്ധ ദീനുൽ ഇസ്ലാം വ്യക്തമായി നമ്മുടെ മുന്നിൽ വിശദീകരിച്ചിട്ടുണ്ട്. ജീവിതത്തിൽ പ്രശ്നങ്ങളില്ലാത്ത ആളുകൾ വളരെ കുറവാണ്. എന്തെങ്കിലും ഒരു പ്രതിസന്ധി നമ്മുടെ ജീവിതത്തെ ഇങ്ങനെ വേട്ടയാടിക്കൊണ്ടിരിക്കും. പല ആളുകളും പറയാറുണ്ട്, ജീവിതം തന്നെ മടുത്തു. പല ആളുകളും ആത്മഹത്യയുടെ വക്കിലേക്ക് എത്താറുള്ളതൊക്കെ സ്വസ്ഥതക്കുറവ് അനുഭവിച്ചിട്ടാണ്. എന്തൊക്കെയോ ചില സമാധാനക്കേട് ജീവിതത്തിലുള്ളത് കൊണ്ട് ജീവിതം തീർക്കാം, ഒരു കയറിൻ്റെ തുണ്ടിലോ ഏതെങ്കിലും വിഷക്കുപ്പികളിലോ ജീവിതം ഒതുക്കുന്ന ആളുകൾ ഭൂമി ലോകത്തൊട്ടനവധിയാണ്. പരീക്ഷണങ്ങളും പ്രതിസന്ധികളും വിശ്വാസിയുടെ ജീവിതത്തെ തലോടാതിരിക്കുകയില്ല എന്നത് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട വിഷയമാണ്. വിശ്വാസികളെ സംബന്ധിച്ച് പരിശുദ്ധ ഖുർആൻ പ്രയോഗിച്ചിടത്ത് തന്നെ ചില വിശ്വാസികൾക്കുള്ള സന്തോഷ വാർത്ത അറിയിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹു പരാമർശിക്കുന്ന വചനം, വലനബുലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഇ വനഖസിൻ മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്ത് വബശ്ശിരിസ് സ്വാബിരീൻ. അല്ലാഹുവിന് വേണ്ടി ക്ഷമിക്കുന്ന ആളുകൾക്ക് അല്ലാഹു കണക്കല്ലാത്ത പ്രതിഫലം കൊടുക്കും. സബറിന്റെ വക്താക്കൾക്ക് അല്ലാഹു വ്യത്യസ്തമായ രൂപത്തിൽ മനുഷ്യരെ പരീക്ഷിക്കുമെന്ന് അല്ലാഹു പറഞ്ഞു. നിങ്ങളുടെ സമ്പത്ത് കൊണ്ട് അല്ലാഹു നിങ്ങളെ പരീക്ഷിക്കും, സന്താനങ്ങളെ കൊണ്ട് അല്ലാഹു പരീക്ഷിക്കും, നിങ്ങളുടെ ജീവിതത്തിൽ ഭയം നൽകിക്കൊണ്ട് പടച്ചുറപ്പ് നിങ്ങളെ പരീക്ഷിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ സ്വത്ത് നശിപ്പിച്ചുകൊണ്ട് പരീക്ഷിക്കും. നിങ്ങളുടെ കച്ചവടത്തിൽ നഷ്ടം വരുത്തിക്കൊണ്ട് അല്ലാഹു പരീക്ഷിക്കും. ഇങ്ങനെയുള്ള പരീക്ഷണങ്ങളൊക്കെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ ക്ഷമിക്കുന്നവർ ആരാണോ, വബശ്ശിരിസ് സ്വാബിരീൻ, ക്ഷമാലുക്കൾക്ക് സന്തോഷ വാർത്തയുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത് കാണാം. മറ്റൊരായത്തിൽ അല്ലാഹു പറഞ്ഞതാണ്, ഇന്നമാ യുവഫസ്വാബിറൂന അജ്റഹും ബിഗൈരി ഹിസാബ്. ക്ഷമാലുക്കളായ ആളുകൾക്ക് അല്ലാഹു കണക്കല്ലാത്ത പ്രതിഫലം കൊടുക്കും.
അള്ളാഹു കണക്കില്ലാതെ പ്രതിഫലം കൊടുക്കുന്ന രണ്ട് വിഭാഗമാണ് ഇസ്ലാമിക ചരിത്രങ്ങൾ പഠിക്കുന്നിടത്ത്, വായിക്കുന്നിടത്ത്, ഹദീസുകൾ പഠിക്കുന്നിടത്ത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതിലൊന്ന്, ഏത് തരത്തിലുള്ള പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ജീവിതത്തിലേക്ക് വന്നാലും അതിനെ ക്ഷമയോടുകൂടി കൈകാര്യം ചെയ്യുന്ന ആളുകളാണ്. രണ്ടാമത്തത്, നോമ്പുകാരായ ആളുകൾക്ക് അള്ള കണക്കല്ലാത്ത പ്രതിഫലം കൊടുക്കുന്ന ഹദീസിലെ പരാമർശം. കുല്ലു അമലുബിന് ആദം, ആദമിൻ്റെ അമലുകളൊക്കെ അവനുള്ളതാണ്, ഇല്ല സുയാം, നോമ്പൊഴികെ. നോമ്പിനെ കുറിച്ച് അള്ളാഹു പഠിപ്പിച്ചത് എങ്ങനെ? അസ്സൗമുലി, നോമ്പ് എനിക്കുള്ളതാണ്. നോമ്പ് അള്ളാഹ്ക്കുള്ളതാണ്. മറ്റു ഇബാദത്തുകളൊക്കെ അള്ളാഹ്ക്കുള്ളതല്ലേ? അതെ. പിന്നെന്തേ റബ്ബ് നോമ്പിനെ കുറിച്ച് എങ്ങനെ പ്രയോഗിക്കാൻ കാരണം? നോമ്പിന് ഒരു പ്രത്യേക കൂലി നിശ്ചയിക്കുന്നില്ല അള്ളാഹു. നോമ്പ് എന്ന് പറഞ്ഞാൽ വ്രതത്തിന് അള്ളാഹു കണക്കല്ലാതെയാണ് പ്രതിഫലം കൊടുക്കുക. അതുകൊണ്ട് അസ്സൗമുലി വ അന അജ്സി ബിഹി, ഞാനാണ് അവന് പ്രതിഫലം നൽകുന്നത്, നോമ്പുകാരന് പ്രതിഫലം നൽകുന്നത് ഞാനാണ്. മറ്റു ഇബാദത്തുകൾക്കും അല്ല തന്നെയാണ് പ്രതിഫലം തരിക. പക്ഷേ നോമ്പിനെ കുറിച്ച് പറഞ്ഞപ്പോൾ അള്ളാഹു പ്രത്യേകം എടുത്തു പറഞ്ഞു. അവിടെ ഇബാദത്തിൻ്റെ നോമ്പ് എന്ന സൗമ് എന്ന ഇബാദത്തിൻ്റെ ഒരു കൃത്യമായ ഒരു പ്രതിഫലം രേഖപ്പെടുത്തുകയല്ല, മറിച്ച് അള്ളാഹു കണക്കല്ലാതെ നൽകുന്ന പ്രതിഫലത്തിൻ്റെ ഉടമകളാണ് നോമ്പുകാരും സ്വബറിൻ്റെ ആളുകളും. അപ്പൊ നോക്കൂ നിങ്ങൾ, അള്ളാഹു കണക്കല്ലാത്ത പ്രതിഫലം കൊടുക്കുന്നതിലെ ഒരു വിഭാഗമാണ് ക്ഷമിക്കുന്ന സ്വബർ കൈക്കൊള്ളുന്ന ആളുകൾ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. സമാധാനത്തിന് വേണ്ടി ക്ഷമകേട് സ്വീകരിക്കുന്ന, സ്വബറിനെ നഷ്ടപ്പെടുത്തുന്ന ആളുകളുണ്ട്. ദുനിയാവിൽ സ്വസ്ഥതല്ല എന്ന് കരുതി വമ്പിച്ച ഭാരം, കടം തലയിൽ കയറി ഇനി ജീവിതത്തിൽ ഒരു രക്ഷയില്ല, എന്താ ഞാൻ ചെയ്യുക എന്ന് കരുതിയിട്ട് പലിശക്ക് പണമെടുക്കുന്ന ആൾക്കാരുണ്ട്. ഹറാമിൻ്റെ വഴി സ്വീകരിക്കുന്ന ആളുകൾ. 10 കൊല്ലമായി കല്യാണം കഴിഞ്ഞിട്ട് ഒരു സന്താന സൗഭാഗ്യമല്ല, വലിയ ടെൻഷനാണ് ജീവിതത്തിൽ. കാണുന്നവരൊക്കെ ചോദിക്കുക, ഇതുവരെ കുട്ടികളായില്ലേ എന്നാ ചോദിക്കുക. കേട്ട് 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 മടുത്തു. അതുകൊണ്ട് എന്തെങ്കിലും ഒരു വഴി അന്വേഷിച്ച് കെട്ടി ഉയർത്തിയ ജാറത്തിൻ്റെ മുന്നിൽ ചെന്ന് സന്താന സൗഭാഗ്യത്തിന് വേണ്ടി ജാറം മൂടുന്ന ആളുകളുണ്ട്. ഷിർക്കിൻ്റെ വഴി സ്വീകരിച്ച ആളുകൾ, മാരകമായ രോഗങ്ങൾക്ക് അടിമപ്പെട്ടിട്ട് സ്വസ്ഥത നഷ്ടപ്പെട്ട് സമാധാനത്തിൻ്റെ വഴി കണ്ടെത്താൻ വേണ്ടി കയ്യിൽ ഐക്കല്ല് കെട്ടുന്നവർ, ഏലസ് കെട്ടുന്നവർ, അള്ളാഹു നിഷിദ്ധമാക്കിയ വഴികളിലൂടെ സഞ്ചരിക്കുന്ന ആളുകൾ ഭൂമിയിൽ ഒരുപാടുണ്ട്. പരിശുദ്ധ ഖുർആൻ സമാധാനത്തിൻ്റെ വഴി കണ്ടെത്താനുള്ള മാർഗം അള്ളാഹു പഠിപ്പിക്കുന്നത് പരിശുദ്ധ ഖുർആനിലെ 16-ാമത്തെ അധ്യായം സൂറത്തുൻ നഹ്ലിന്റെ 112-ാമത്തെ വചനത്തിലുള്ള പഠിപ്പിക്കുന്ന വചനം ഒരു ഉപമയിലൂടെ ചില സംഭവങ്ങൾ അള്ളാഹു പഠിപ്പിക്കാൻ. ഒരു ഖറിയത്തിനെ കുറിച്ച്, ഒരു ഗ്രാമവാസികളെ കുറിച്ച്. ആ ഗ്രാമവാസികളുടെ പ്രത്യേകത എന്താണ്? സഹോദരങ്ങളെ, ഒരു പട്ടണത്തെക്കുറിച്ച് അള്ളാഹു ഉപമിക്കുകയാണ്. അള്ളാഹു പഠിപ്പിക്കുന്നത് വറബല്ലാഹു മസലൻ ഖറിയതൻ, അള്ളാഹു ഒരു ഖറിയത്തിനെ കുറിച്ച്, ഒരു ഗ്രാമവാസികളെ കുറിച്ച് നിങ്ങൾക്ക് ഉപമയായി പറഞ്ഞു തരികയാണ്. ആ ഗ്രാമവാസികളുടെ പ്രത്യേകത, 3 പ്രത്യേകതകൾ അവർക്കുണ്ടായിരുന്നു. എന്താ അവർക്കുള്ള പ്രത്യേകത? ഒന്ന്, കാനത്ത് ആമിന, നിർഭയത്വമുള്ള ആളുകളായിരുന്നു അവർ, പേടിക്കാതെ ഭയമില്ലാത്ത ജീവിതമായിരുന്നവരുടേത്. രണ്ടാമത്തത് മുത്മഇന്ന, സമാധാനമുള്ള ഒരു ജീവിതം അവർക്കുണ്ടായിരുന്നു അവർ ജീവിക്കുന്ന പ്രദേശത്ത്. മൂന്നാമത്തെ പ്രത്യേകത യഅതീഹാ റിസ്ഖുഹാ റഗദം മിൻ കുല്ലി മകാൻ, യഅതീഹാ റിസ്ഖുഹാ, അവർക്ക് ഭക്ഷണം എത്തിച്ചു കൊടുക്കുമായിരുന്നു. റഗദം മിൻ കുല്ലി മകാൻ, മറ്റു നാടുകളിലുള്ള ആളുകൾ അവർക്ക് ഭക്ഷണം എടുത്തുകൊണ്ട് വരുമായിരുന്നു, കൊണ്ടുവന്ന് കൊടുക്കുമായിരുന്നു. ഭക്ഷണം പുറത്തുനിന്ന് കിട്ടും, അവർക്ക് എത്തിച്ചു കൊടുക്കും, പട്ടിണി അവർക്കില്ല, സമാധാനമാണ് അവരുടെ ജീവിതം, പേടിക്കേണ്ട ആവശ്യമില്ല അവരുടെ ഗ്രാമത്തിൽ. അങ്ങനെയുള്ളൊരു പട്ടണവാസികളെ കുറിച്ച് അള്ളാഹു ഉപമിച്ചുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. ഈ 3 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഈ 3 കാര്യങ്ങൾ, അള്ളാഹു ഉപമിക്കുന്ന ഈ 3 കാര്യങ്ങൾ സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട 3 എണ്ണമാണ്. ഒന്ന് നിർഭയത്വം, 2 സമാധാനം, മൂന്നാമത്തത് പട്ടിണിയില്ലാത്തൊരു ജീവിതം. ഇത് 3ഉം ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ്.
ഈ മൂന്നെണ്ണം ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ പ്രധാനമായതുകൊണ്ട് അള്ളാഹു പറഞ്ഞു, ഈ മൂന്നും അവർക്ക് കൃത്യമായി ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ അനുഗ്രഹങ്ങൾ ആസ്വദിച്ചു പോരുന്നതിനിടയിൽ റബ്ബ് നൽകിയ ഈ അനുഗ്രഹങ്ങൾ അവർ ആസ്വദിച്ച് ജീവിക്കുന്നതിനിടയിൽ അവർ നിഷേധം കാണിക്കാൻ തുടങ്ങി, നന്ദികേടിന്റെ ആളുകളായി അവർ മാറാൻ തുടങ്ങി. ജീവിതത്തിൽ അള്ള കൊടുത്ത നിഅമത്തുകളൊക്കെ ആസ്വദിച്ച് ജീവിച്ചു പോരുന്നതിനിടയിൽ അവർ അള്ളാനെ മറന്ന് ജീവിക്കാൻ തുടങ്ങി. അങ്ങനെ അവർ റബ്ബിനെ മറന്നുകൊണ്ട് ജീവിക്കാൻ തുടങ്ങിയപ്പോ അല്ല പറയുകയാണ്, അള്ളാഹു അവർക്ക് പകരം കൊടുത്തത് അള്ളാഹു അവർക്ക് നൽകുകയുണ്ടായി ലിബാസൻ വസ്ത്രമാക്കി അവരെ അണിയിച്ചു കൊടുത്തു. അള്ളാഹു അവരിൽ നിന്നുള്ള നിഅമത്തുകൾ എടുത്തു കളഞ്ഞിട്ട് പകരം അള്ളാഹു അവർക്ക് വസ്ത്രമായി അണിയിച്ചു കൊടുത്തത് എന്താ? അൽ ജൂഇ വൽ ഖൗഫി. ജൂഅ് ഖൗഫ് എന്ന് പറഞ്ഞാൽ പേടിയും അതുപോലെ തന്നെ പട്ടിണിയും അള്ളാഹു അവർക്ക് സമ്മാനമായി അവരുടെ ജീവിതത്തിൽ ധാരാളം നൽകി. നമുക്ക് പട്ടിണി ഉണ്ടോ? ഇല്ല. സമാധാനമുള്ള ഒരു ജീവിതം നമ്മുടെ ദുനിയാവിൽ നമുക്ക് ലഭിച്ചിട്ടില്ലേ? ഉണ്ട്. പക്ഷെ ഇവിടെ റബ്ബ് നൽകിയ നിഅമത്തുകളെ കാറ്റിൽ പറത്തുമ്പോ അല്ല പറഞ്ഞ നിഅമത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹു തന്ന അനുഗ്രഹങ്ങളെ അതിന് നന്ദികേട് കാണിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? അള്ളാഹുവിന്റെ സകല കൽപ്പനകളെയും ലംഘിച്ചുകൊണ്ട് ജീവിക്കുക. പലിശ വാങ്ങണ്ടെന്ന് റബ്ബ് പറഞ്ഞിടത്ത് പലിശ ഇടപാടുകൾ നടത്തുന്നവർ, ഹറാമ് കാണണ്ട എന്ന് റബ്ബ് പറഞ്ഞതിനെ ലംഘിച്ചുകൊണ്ട് ഹറാമുകൾ ആസ്വദിക്കുന്നവർ, ഹറാമ് നിങ്ങൾ സംസാരിക്കരുതെന്ന് റബ്ബ് പറഞ്ഞിടത്തു നിന്ന് മാറി ഹറാമിനെ സംസാരിക്കുന്നവർ, ഷിർക്കാണ് ഇന്നതിലേക്ക് നിങ്ങൾ പോകരുത്, ഇത് ഷിർക്കാണെന്ന് റബ്ബ് വിധിച്ചിട്ടുള്ള ആ ഷിർക്കിന്റെ വഴിയിലേക്ക് തൗഹീദിനെ വകഞ്ഞു മാറ്റിക്കൊണ്ട് ഷിർക്കിന്റെ വഴി സ്വീകരിച്ചു പോകുന്നവർ, ഇന്നത് ബിദ്അത്താണ്, ബിദ്അത്തിന്റെ ഗൗരവം നരകമാണ് എന്ന് അല്ലാഹു പഠിപ്പിച്ചിട്ടും ആ ബിദ്അത്തിന്റെ വഴി സ്വീകരിച്ചു പോകുന്നവർ, അള്ളാഹുവിന് ദിക്റ് ചെയ്യണേ, അള്ളാഹിനെ ഓർക്കണേ, നിങ്ങൾ നിസ്കരിക്കണേ, നിങ്ങൾ സുഹൃതങ്ങൾ വർദ്ധിപ്പിക്കണേ എന്ന് അള്ളാഹു പറഞ്ഞിട്ടും അള്ളാഹു പഠിപ്പിച്ച ദിക്റുകളിൽ നിന്നും നിസ്കാരങ്ങളിൽ നിന്നും ഖുർആൻ പാരായണങ്ങളിൽ നിന്നും ഒക്കെ അകന്ന് ജീവിക്കുന്ന ആളുകൾ, അങ്ങനെയാകുമ്പോ അത് നന്ദികേടായി മാറി. അള്ളാഹിനോട് കാണിക്കുന്ന ഏറ്റവും നന്ദികേടാണ്. ആ നന്ദികേട് ഈ പറയപ്പെട്ട ഗ്രാമവാസികൾക്ക് പ്രകടമായപ്പോ അവർ കള്ള കൊടുത്ത നിഅമത്തിനെ പടച്ചറബ് അവരിൽ നിന്ന് എടുത്തു. എന്നിട്ട് പകരം അവർക്ക് പട്ടിണി കൊടുത്തു, പകരം അവർക്ക് ഖൗഫ് ഭയപ്പാട് നൽകി, പേടിയുള്ള ഒരു ജീവിതം നൽകി. സഹോദരങ്ങളെ, നമ്മൾ ചിന്തിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ് ഇന്ന് കലുഷിതമായി നിൽക്കുന്ന നമ്മുടെ നാട്. നമ്മുടെ രാജ്യത്തിന്റെ അവസ്ഥ എന്താ? നമ്മുടെ നാടിന്റെ അവസ്ഥ എന്താ? നമ്മുടെ വീടിന്റെ അവസ്ഥ എന്താ? പേടിയും ഭീതിയുമാണ് നമ്മുടെ വീട് നിറയെ. വെപ്രാളം നിറഞ്ഞ അവസ്ഥയാണ്. മക്കളെ കുറിച്ച് പേടി, ഭാര്യമാരെ കുറിച്ച് പേടി, ഭാര്യയ്ക്ക് ഭർത്താവിനെ സംബന്ധിച്ചൊരു ഭയം. അതെ, എല്ലായിടത്തും ഒരു പേടിയാൻ. ഉമ്മാക്ക് മക്കളെ പേടിയാൻ, വാപ്പാക്ക് മക്കളെ പേടിയാൻ. ഏത് സമയത്താണ് അവന്റെ സ്വഭാവം മാറാന്നറിയില്ല. കൊലപാതകങ്ങളുടെ കണക്ക് നിരത്തുകയാണ് കേരളം, അല്ലേ? കേരളത്തിലെ നിയമപാലകർക്ക് പേടിയാണ്. വളർന്നു വരുന്ന തലമുറയെ, ഭാവി ജീവിതം ഒരുപാട് ജീവിച്ചു തീർന്ന കാരണവന്മാർക്ക് ഈ വരുന്ന തലമുറയെ സംബന്ധിച്ച് പേടി തോന്നുകയാണ്. എന്തേത്? ജീവിതം മുഴുവനും പേടിച്ച് നിൽക്കുന്ന, ഭീതിയോടെ നിൽക്കുന്ന ഒരവസ്ഥ. നമ്മുടെ അന്തരീക്ഷം അങ്ങനെയായി മാറുന്നത് എന്തിനാണ്? എന്തുപറ്റി? ക്യാമ്പസിലേക്ക് കുട്ടികളെ വിടാൻ ഉമ്മാക്ക് പേടിയാൻ, സമാധാനമല്ല. എങ്ങനെ കുട്ടി തിരിച്ചു വരിക എന്ന് പറയാൻ കഴിയണില്ല. വാപ്പാക്ക് പേടിയാണ്. ക്യാമ്പസുകളിൽ അടിച്ചു കൊന്ന വാർത്തകൾ വായിച്ച് ഞെട്ടലോടെ ആ വാർത്തകൾ വായിച്ചവരാണ് നമ്മൾ. സ്വന്തം ഉമ്മയുടെ കഴുത്തറുത്തവന്റെ വാർത്ത വായിച്ച് ഞെട്ടിയവരാണ് നമ്മൾ. നമ്മുടെ ജീവിതത്തിൽ പിന്നെ ഒരു കുടുംബത്തിലെ 5ഉം 6ഉം വ്യക്തികളെ കൊന്നിട്ട് പോലീസുകാരന്റെ മുന്നിൽ ചെന്ന് ഞാൻ കൊലപാതകം നടത്തിയെന്ന് വിളിച്ചു പറയുന്ന ചെറുപ്പക്കാർ വർദ്ധിക്കുന്ന കാലത്ത് നമ്മൾ ജീവിക്കുകയാണ്. എവിടെയാണ് സ്വസ്ഥതയുള്ളത്? എവിടെയാണ് നമുക്ക് സമാധാനമുള്ളത്? ഇതിന്റെ പോംവഴി എന്താണ്? ഇതിനുള്ള മാർഗം എന്താണ്? ഒന്ന്, അള്ളാഹു പഠിപ്പിച്ചത് നിങ്ങൾ ദീനനുസരിച്ച് ജീവിക്കുക എന്നുള്ളത് തന്നെ. സമാധാനം കണ്ടെത്താനുള്ള ഒന്നാമത്തെ വഴി നിങ്ങൾ നന്ദിയുള്ള ആളുകളായി ജീവിക്കുക. നന്ദിയുള്ളവരാവുക എന്ന് പറഞ്ഞാൽ
അള്ള പറഞ്ഞ പോലെ ജീവിക്കുക, പടച്ച റബ്ബ് പഠിപ്പിച്ചതുപോലെ ജീവിക്കാൻ ഒരുങ്ങുക. മക്കളെ ആ വഴിയിലേക്ക് നമ്മൾ പിടിച്ചു കൊണ്ടുവരാം. അതാണ് വഴി. അള്ളാഹുവിന്റെ ദീനാണ് പരിഹാരം, ഖുർആനാണ് പരിഹാരം, ഹദീസാണ് പരിഹാരം. നമ്മുടെ നാട്ടിൽ ഖുർആൻ ഹദീസ് ലേണിംഗ് സ്കൂളില്ലേ, QHLS ഇല്ലേ, ഇവിടെ നടക്കുന്നുണ്ട് ഖുർആൻ ഹദീസ് ലേണിംഗ് സ്കൂൾ. ആഴ്ചയിൽ ഒരു ദിവസത്തിലെ 1 മണിക്കൂറേ നമ്മളോട് ആവശ്യപ്പെടുന്നുള്ളൂ. നമ്മളിൽ എത്ര ആളുകൾ അള്ളാന്റെ കലാമ പഠിക്കാൻ വേണ്ടി വരുന്നു? പരിശുദ്ധ റമദാനിന് നമ്മൾ വലിയ പ്രാധാന്യമൊക്കെ കണ്ടു, റമദാനിന് വലിയ മഹത്വമൊക്കെ കണ്ടു. എന്നിട്ട് റമദാനിന്റെ പുണ്യം നേടാൻ വേണ്ടി ഉടുമുണ്ട് മുറുക്കിയെടുത്ത് രാത്രിയിലും പകലിലും ഇബാദത്തിന് വേണ്ടി നമ്മൾ സമയം ചെലവിടുകയാണ്. വേണം, അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. പക്ഷേ റമദാനിന് ഫضല് കണ്ട നമ്മൾ ഖുർആനിന് എന്ത് ഫضലാ കണ്ടത്? റമദാനിന് ഈ ശ്രേഷ്ഠത ലഭിക്കാൻ കാരണമായ ഖുർആനിന് നമ്മൾ കണ്ട ഫضൽ എന്താ? നമ്മൾ കണ്ട ശ്രേഷ്ഠത എന്താ? ഖുർആൻ വായിക്കുന്നിടത്ത്, ഖുർആൻ പഠിക്കുന്നിടത്ത്, ഖുർആനിനെ കുറിച്ച് ചിന്തിക്കുന്നിടത്ത്, പരിശുദ്ധ ഖുർആനിനെ ജീവിതത്തിൽ പകർത്തുന്നിടത്ത്, പരിശുദ്ധ ഖുർആനിനെ മനഃപ്പാഠമാക്കുന്നിടത്ത്, ആ ഖുർആനിനെ ദഅവത്ത് ചെയ്യുന്നിടത്ത് നമ്മൾ എവിടെയാണുള്ളത് എന്ന് നമ്മൾ സ്വയം നമ്മുടെ ഖൽബിനോട് ചോദിക്കണം. അള്ള പഠിപ്പിച്ച രൂപത്തിൽ നമ്മൾ ജീവിക്കാൻ നമുക്ക് ഒരുക്കല്ല, എന്നാലോ സമാധാനം നമുക്ക് വേണം, സ്വസ്ഥത നമുക്ക് വേണം. അള്ള പറഞ്ഞത് നിങ്ങൾക്ക് സ്വസ്ഥത വേണോ, സമാധാനം വേണോ? നിങ്ങൾ കുടുംബത്തോട് ചേർന്ന് സ്വർഗത്തെ ലക്ഷ്യം വെച്ച് ജീവിക്കാനാണ് റബ്ബ് പഠിപ്പിച്ചത്. ആ സ്വർഗത്തെ ലക്ഷ്യം വെച്ച് ജീവിക്കുന്നിടത്ത് ഏതാണ് നിങ്ങളുടെ വിശ്വാസം? അള്ളാന്റെ കലാമിൽ അള്ള പഠിപ്പിച്ചിട്ടുണ്ട്. എന്താണ് നിങ്ങളുടെ അമലുകൾ? അള്ളാന്റെ കലാമിൽ അള്ള പഠിപ്പിച്ചിട്ടുണ്ട്. എന്തായിരിക്കണം നിങ്ങളുടെ സ്വഭാവ ഗുണങ്ങൾ? അള്ളാന്റെ കലാമിൽ അള്ള പഠിപ്പിച്ചിട്ടുണ്ട്. അത് പഠിക്കാൻ വേണ്ടി നമ്മളെ വിളിച്ചപ്പോ നമുക്ക് പോകാൻ നേരല്ല, നമുക്ക് പോകാൻ സമയമല്ല. നമ്മുടെ ജീവിതത്തിന്റെ തിരക്കുകൾക്കിടയിൽ ഈ ഇൽമ് നേടാൻ വേണ്ടി ഒരുങ്ങി പുറപ്പെട്ടു പോകാൻ നമുക്ക് നേരമില്ല എന്നർത്ഥം. സഹോദരങ്ങളെ, പിന്നെ ഇവിടുന്ന സ്വസ്ഥത, പിന്നെ ഇവിടുന്ന സമാധാനം കിട്ടുക? മക്കൾക്ക് ദീന് പഠിക്കാനുള്ള അവസരങ്ങളൊക്കെ നമ്മുടെ വീടുകളിൽ, നമ്മുടെ നാടുകളിൽ തുറന്നു വെച്ചിട്ടുണ്ട്. ആ അവസരങ്ങളിലേക്കൊന്നും നമ്മുടെ മക്കളെ പറഞ്ഞേക്കണില്ല. ഇന്നത്തെ കാലത്ത് മക്കൾ എഞ്ചിനീയർ ആവണമെന്ന് ഉമ്മ ആഗ്രഹിക്കുന്നു, മക്കൾ ഡോക്ടർ ആവണമെന്നും ആഗ്രഹിക്കുന്നു. മക്കൾ ഏറ്റവും വലിയ വൈജ്ഞാനിക വിദ്യാഭ്യാസ രംഗത്ത് ഉയർന്ന് വലിയ ശമ്പളം വാങ്ങുന്ന ഒരു കാര്യം, ഒരു വ്യക്തിയായവൻ മാറണം എന്ന് ഉമ്മയും ബാപ്പയും ആഗ്രഹിക്കുന്നു. എൻ്റെ മകൻ നല്ല സംസ്കാരമുള്ള മകനായി മാറണം എന്ന് ആഗ്രഹിക്കാറുണ്ടോ? ഉണ്ടെങ്കിൽ ആഗ്രഹം നമ്മളെ മനസ്സിലുണ്ടാവും, പക്ഷേ ആ മാർഗം നമ്മൾ സ്വീകരിച്ചിട്ടില്ല. മാർഗം അത് സ്വീകരിക്കണമല്ലോ. അത് സ്വീകരിച്ചാലല്ലേ യഥാർത്ഥത്തിൽ ആ വഴിയിലേക്ക് നമുക്ക് എത്താൻ കഴിയുള്ളൂ. പലപ്പോഴും ആഗ്രഹം നമ്മളെ മനസ്സിലുണ്ട്, പക്ഷെ മാറാൻ നമ്മൾ ഒരുക്കല്ലെങ്കിൽ പിന്നെ സമാധാനം എവിടുന്ന കിട്ടുക? നിങ്ങൾ ആലോചിച്ച് നോക്ക്. സമാധാനം കിട്ടണം എന്ന് ആഗ്രഹമുണ്ട്, അതിന് റബ്ബ് പറഞ്ഞെന്ന വഴി സ്വീകരിക്കാൻ നമ്മൾ ഒരുക്കല്ല. ഇത് സ്വർഗം കിട്ടണം നമുക്ക് ആഗ്രഹമുണ്ട്, സമാധാനം ഉണ്ടാവണം നമ്മൾ കൊതിക്കുന്നുണ്ട്, പക്ഷെ സമാധാനത്തിന് റബ്ബ് പറഞ്ഞിരുന്നൊരു വഴിയുണ്ട്. ആ വഴി സ്വീകരിക്കുന്നിടത്ത് നമ്മൾ എത്തിയിട്ടില്ല എന്നാണ് അർത്ഥം. എന്താണ് സമാധാനത്തിന്റെ വഴി? ഒന്ന്, നിങ്ങൾ നന്ദിയുള്ള ആളുകളായി മാറുക എന്നുള്ളതാണ്. നന്ദിയുടെ പൂർണ്ണ രൂപം അള്ളാഹുവിനെ പരിപൂർണമായും അനുസരിച്ചുകൊണ്ട് അവന് കീഴൊതുങ്ങിക്കൊണ്ട് ജീവിക്കുക എന്നുള്ളതാണ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച ഒന്നാമത്തെ വഴി. രണ്ടാമത്തെ മാർഗം നോക്കൂ. നിങ്ങൾ അള്ളാഹുവിന്റെ ദീന് പഠിപ്പിച്ചു. നിങ്ങൾക്ക് സമാധാനം വേണോ? നിങ്ങളുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾക്ക് നിങ്ങൾക്ക് പരിഹാരം കണ്ടെത്തണോ? അള്ള പറഞ്ഞു, നിങ്ങൾ തെഖ്വയെ മുറുകെ പിടിക്കണം കേട്ടോ, നിങ്ങൾ തെഖ്വയുള്ളവരാകണം കേട്ടോ. സൂക്ഷ്മത നിങ്ങളുടെ ജീവിതത്തിൽ തെഖ്വയെ നിങ്ങൾ വർദ്ധിപ്പിക്കണേ. അള്ളാഹു പഠിപ്പിക്കുകയാണ്. പരിശുദ്ധ ഖുർആനിലെ സൂറത്തു ത്വലാഖിന്റെ 2-ാമത്തെ വചനത്തിൽ അള്ളാഹു പറഞ്ഞത്, വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജാ. വമൻ യത്തഖില്ലാഹ, ആരാണോ തെഖ്വയോടുകൂടി അള്ളാഹനെ ഭയന്നുകൊണ്ട് ജീവിക്കുന്നത്, യജ്അൽ ലഹു മഖ്റജാ, നിങ്ങളുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾക്ക് അല്ലാഹു പോംവഴി നൽകുന്നതാണ്. നിങ്ങളുടെ പ്രശ്നങ്ങൾക്കും സമാധാനക്കേടിനും അല്ലാഹു പോംവഴി നൽകുന്നതാണ്. അതേ സൂറത്തു ത്വലാഖിന്റെ തന്നെ 4-ാമത്തെ വചനത്തിൽ അല്ലാഹു ആവർത്തിക്കുന്നത് കാണാം. വമൻ യത്തഖില്ലാഹ്, ആരാണോ തഖ്വയോടുകൂടി ജീവിക്കുന്നത്, യജ്അൽ ലഹു മിൻ അംരിഹി യുസ്റാ, ആ തഖ്വ മുറുകെ പിടിക്കുന്ന ആളുകൾക്ക് യജ്അൽ ലഹു മിൻ അംരിഹി യുസ്റാ, അവന്റെ ജീവിതത്തിലെ പ്രശ്നങ്ങൾക്ക് പകരമായി റബ്ബ് അവന് എളുപ്പം നൽകുന്നതാണ്.
സമാധാനം അവന്റെ സമാധാനത്തിന്റെ വഴി അവന് റബ്ബ് നൽകുന്നതാണ്. മാനദണ്ഡം എന്താണ്? തഖ്വയുള്ളവനാകണം, സൂക്ഷ്മതയുള്ളവനാകണം. എന്താ തഖ്വ? എന്താ തഖ്വ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, തഖ്വ അത് ഇതിവിടെയാണ്, ഖൽബിലാണ്. അത് നമ്മുടെ രൂപത്തിലല്ല, നമ്മുടെ വസ്ത്രത്തിൽ പ്രകടമാകുന്നതല്ല. താടി നീട്ടി എന്നുള്ളത് കൊണ്ട് തഖ്വയുടെ അടയാളമല്ല, മറിച്ച് അത് ദീനിന്റെ ഒരു ആസാറാണ്. ദീനുണ്ട് എന്നതിൻ്റെ ഒരു അടയാളമാണ്. പക്ഷേ തഖ്വ ഒരാളുടെ താടി നോക്കിയോ, രൂപം നോക്കിയോ, വസ്ത്രം നോക്കിയോ, തലപ്പാവ് നോക്കിയോ, തൊപ്പി നോക്കിയോ വിധിക്കേണ്ട ഒന്നല്ല. മറിച്ച് തഖ്വ എന്ന് പറഞ്ഞാൽ അത് ഖൽബിലുള്ളതാണ്. ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുകയാണ്, ഉമറെ, നീ നടന്നു പോകുന്ന വഴിയിൽ മുള്ളുകൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു വഴിയാണെങ്കിൽ ഉമറെ നീ എങ്ങനെ പോവുക? മുഴുവനും മുള്ളു നിറഞ്ഞു നിൽക്കുന്ന ഒരു പ്രദേശമാണെങ്കിൽ ഉമറെ നീ എങ്ങനെ നടന്നു പോവുക? ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹുവിന്റെ ചോദ്യത്തിന് ഉമർ റളിയല്ലാഹു അൻഹു മറുപടി പറഞ്ഞത് കാണാം. അതേ, ഉശമ്മിസു അൻസാഖി, ഞാൻ എൻ്റെ മുണ്ടൊന്ന് ഇങ്ങനെ പൊക്കി പിടിക്കും, ഒന്ന് ഉയർത്തിപ്പിടിക്കും. എന്നിട്ട് അൻദുർ ഇലാ ഖദമി, എൻ്റെ കാലിലേക്ക് ഞാൻ നോക്കും. എന്നിട്ട് സൂക്ഷിച്ച് മുള്ളില്ലാത്ത സ്ഥലം നോക്കി കാല് വെച്ച് ഞാൻ നടന്നു നീങ്ങും. മുള്ളുകൾ നിറഞ്ഞ പ്രദേശത്തിലൂടെയാണ് നടന്നു പോകുന്നതെങ്കിൽ നീ എങ്ങനെ പോകാന്ന് ചോദിച്ചപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു നൽകിയ മറുപടിയാണ്, എൻ്റെ കാലിലേക്ക് നോക്കി എൻ്റെ ഉടുമുണ്ട് ഞാനൊന്ന് ഉയർത്തിപ്പിടിച്ച് കാല് നോക്കി മുള്ളില്ലാത്ത സ്ഥലം നോക്കി ഞാൻ കാലെടുത്ത് വെച്ച് അങ്ങനെ പോകും. ഇത് കേട്ടപ്പോൾ ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഹിയ തഖ്വ, അതാണ് തഖ്വ, അതാണ് തഖ്വ. ആ തഖ്വയിലൂടെ ജീവിച്ചു പോകാൻ സഹോദരങ്ങളെ റസൂലുള്ള പഠിപ്പിച്ച വഴികൾ നമ്മൾ മനസ്സിലാക്കി ജീവിക്കണം. അത് നമ്മുടെ കൽബിലേക്ക് വരണം. ആ കൽബിൽ നിന്ന് പ്രചോദനമായതാവണം നമ്മുടെ രൂപം, നമ്മുടെ വസ്ത്രം. ആ പ്രവാചകന്റെ ചര്യക്കനുസരിച്ച രൂപത്തിലുള്ളതാവണം നമ്മുടെ മുഖത്ത് വളരുന്ന താടിരോമങ്ങൾ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ സ്വീകരിക്കുന്ന ഡ്രസ് കോഡുകൾ. അതൊക്കെ അപ്പം അത് തഖ്വയുടെ ഒരു അടയാളമായി അത് മാറും, തഖ്വയുടെ ഒരു രൂപമായി അത് മാറും. അതുകൊണ്ട് തഖ്വയാണ് സ്വർഗത്തിലേക്ക് എത്താനുള്ള ഒന്നാമത്തെ വഴി, ഏറ്റവും പ്രധാനപ്പെട്ട വഴി. ആ വഴി അന്വേഷിച്ച് നിങ്ങൾ മുന്നോട്ട് പോകുകയാണെങ്കിൽ നിങ്ങൾക്ക് സമാധാനം കണ്ടെത്താം, നിങ്ങളുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾക്ക് നിങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ കഴിയും. ചില ആളുകൾ തഖ്വയിൽ ഇങ്ങനെ ജീവിച്ചു വരും. അപ്പോൾ റമദാനാണ്, പരിശുദ്ധ റമദാനാണ്. ഈ റമദാനിന്റെ പ്രത്യേകത എന്താ? ഈ നോമ്പിന്റെ പ്രത്യേകത എന്താ? ഖുർആൻ പറഞ്ഞത് എന്താണ്? യാ അയ്യുഹല്ലദീന ആമനൂ, സത്യവിശ്വാസികളെ, കുതിബ അലൈക്കുമുസ്സിയാം, നിങ്ങൾക്ക് നോമ്പിനെ നാം നിർബന്ധമാക്കിയിരിക്കുന്നു. കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലിക്കും, നിങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞു പോയവർക്ക് നോമ്പ് നിർബന്ധമാക്കപ്പെട്ടതുപോലെ നിങ്ങൾക്കും നാം നോമ്പിനെ നിർബന്ധമാക്കിയിരിക്കുന്നു. എന്നിട്ട് അല്ലാഹ് പറഞ്ഞത് ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ തഖ്വയുള്ളവരാകണം. തഖ്വയുള്ളവരാകാൻ വേണ്ടിയാണ് നിങ്ങൾക്ക് നോമ്പിനെ നിർബന്ധമാക്കി തന്നത്. നോമ്പിനെ നിർബന്ധമാക്കിയത് എന്തിനാണ്? നിങ്ങൾ തഖ്വയുള്ളവരാകാൻ വേണ്ടിയാണ്. നോമ്പ് എന്നത് തഖ്വയുടെ അടയാളമാണ്. തഖ്വ എന്താണെന്ന് പ്രാക്ടിക്കലായി പഠിക്കുന്ന മാസമാണ് റമദാൻ. തഖ്വ നമ്മുടെ ജീവിതത്തിലേക്ക് പഠിച്ചു കൊണ്ടുവരുന്ന മാസം. അവിടെ നമ്മൾ കണ്ണിനെ സൂക്ഷിക്കുന്നു, നമ്മുടെ കാതുകൾക്ക് തഖ്വയുണ്ട്, നമ്മുടെ നാവിനെ സൂക്ഷിക്കുന്നു, നമ്മുടെ ശരീരത്തിലെ മുഴുവൻ അവയവങ്ങളെയും സൂക്ഷിക്കുന്നു. എല്ലാത്തിനെയും നമ്മൾ ശ്രദ്ധിച്ച് എല്ലാത്തിനും വ്രതമനുഷ്ഠിച്ചുകൊണ്ട് നമ്മൾ ജീവിക്കുമ്പോൾ അതൊരു പഠനമാണ്, ഒരു വർഷത്തേക്കുള്ള പഠനം. ഇനി വരാനുള്ള ഒരു കൊല്ലത്തേക്ക് ഞാൻ എങ്ങനെ ജീവിക്കണം എന്ന് പഠിക്കുകയാണ് ഈ റമദാനിലൂടെ. അതാണ് തഖ്വ. ആ തഖ്വ പഠിക്കുകയാണ്. പക്ഷേ ചില ആളുകൾ റമദാനിന് കഴിഞ്ഞാൽ ആ തഖ്വ നഷ്ടപ്പെടുത്തി കളയും. ചില ആൾക്കാർ റമദാൻ കഴിഞ്ഞ് കുറച്ചു കാലമൊക്കെ അങ്ങനെ മുന്നോട്ട് പോകും, പിന്നെ എങ്ങനെ മങ്ങിപ്പോകലാണ്. ചില ആളുകൾ നോമ്പ് കഴിഞ്ഞാൽ അടുത്ത് വരുന്ന പെരുന്നാളോട് കൂടിയാണ് തീർക്കും. ചെയ്ത അമലുകൾ മൊത്തം ബാത്തിലാകുന്ന പണിയാണ് എടുക്കും ഒരൊറ്റ പെരുന്നാൾ. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാവട്ടെ. അങ്ങനെ ചെയ്യുന്ന ആളുകളെ കുറിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നത് കാണാം. അവൻ്റെയും മനസ്സിലെ സ്വസ്ഥത, അവൻ്റെ നിഅമത്തുകളെ അവനിൽ നിന്ന് റബ്ബ് പിടിച്ചെടുക്കും. സമാധാനം എന്നത് റബ്ബ് തരുന്ന വലിയ നിഅമത്താണ്. പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത് കാണാം. ذَلِكَ بِأَنَّ اللَّهَ لَمْ يَكُنْ مُغَيِّرًا نِعْمَةً أَنْعَمَهَا عَلَى قَوْمٍ حَتَّى يُغَيِّرُوا مَا بِأَنفُسِهِمْ.
ذلك بأن الله لم يكن مغيرا نعمة أنعمها على قوم. ഒരു ജനതക്കോ അല്ലെങ്കിൽ ഒരു വ്യക്തിയോ ജീവിച്ച് സ്വീകരിച്ചു പോരുന്ന തഖ്വയിൽ ആ തഖ്വയുടെ വിഷയത്തിൽ എന്തെങ്കിലും മാറ്റം വരുത്തുകയാണെങ്കിൽ, അള്ളാഹനെ സൂക്ഷിച്ചിങ്ങനെ ജീവിച്ചു വരുന്നതിനിടയിൽ അവന്റെ ജീവിതത്തിൽ പെട്ടെന്നൊരു മാറ്റം വരുത്തിയാൽ, തഖ്വയെ മറന്നുകൊണ്ടവൻ ജീവിച്ചു കഴിഞ്ഞാൽ, അവൻ സ്വയം മാറിക്കഴിഞ്ഞാൽ അവന്റെ നിഅമത്തുകളെ റബ്ബ് അവനിൽ നിന്ന് എടുത്തു കളയുന്നതാണ്. അതേ ലം യകു മുഗയ്യിറൻ അൻഅമഹാ അലാ ഖൗമിൻ ഹത്താ യുഗയ്യിറൂ മാ ബി അൻഫുസിഹിം. തഖ്വയുടെ വിഷയത്തിൽ അവൻ നയം മാറ്റുന്ന കാലം വന്നാൽ അവന്റെ നിഅമത്തുകൾ റബ്ബ് അവനിൽ നിന്ന് എടുത്തു കളയുന്നതാണ്. അവൻ പരീക്ഷണത്തിന്റെ പടുകുഴിയിൽ ചെന്ന് വീഴുന്നതാണ്. അപ്പൊ തഖ്വ എന്നുള്ളത് അതേ നമ്മുടെ സമാധാനം നിലനിർത്താനുള്ള ഏറ്റവും നല്ല വഴിയാണ്. നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾക്ക് റബ്ബ് പോംവഴി നൽകുന്നത് തഖ്വയുടെ തോതനുസരിച്ച് അല്ലാഹു നമ്മുടെ പ്രശ്നങ്ങളെ പരിഹരിക്കുന്നതാണ്. സമാധാനം നമ്മുടെ ജീവിതത്തിൽ അല്ലാഹു നൽകുന്നതാണ്. അതേ സഹോദരങ്ങളെ, മൂന്നാമത്തെ മാർഗം നോക്കൂ നിങ്ങൾ. മൂന്നാമത്തെ വഴി അല്ലാഹു പഠിപ്പിച്ചത് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അന്നവാസ് ഇബ്നു സംആൻ റളിയല്ലാഹു അൻഹു, നവാസ് ഇബ്നു സംആൻ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം ചെയ്യുകയാണ്. അതേ അദ്ദേഹം ചോദിച്ചു റസൂലുള്ളാഹിനോട്, അല്ലാഹുവിന്റെ റസൂലേ, അനിൽ ബിർരി വൽ ഇസ്മി, റസൂലേ എന്താണ് നബിയേ ബിർറ്, അതായത് പുണ്യം എന്താണ് നബിയേ, വൽ ഇസ്മി പാപം എന്താണ് റസൂലേ, പുണ്യത്തെക്കുറിച്ചും പാപത്തെക്കുറിച്ചും പറഞ്ഞു തരുമോ നബിയേ? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു കൊടുക്കുകയാണ്, അൽ ബിർറു, പുണ്യം എന്ന് പറഞ്ഞാൽ ഹുസ്നുൽ ഖുൽഖി. റസൂലിനോട് സ്വഹാബത്ത് ചോദിച്ചൊരു ഹദീസ്, അനിൽ ബിർരി വൽ ഇസ്മി, എന്താണ് ബിർറ്, എന്താണ് ഇസ്മ, പുണ്യം എന്താണ്, പാപം എന്താണ് നബിയെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അൽ ബിർറു, പുണ്യം എന്ന് പറഞ്ഞാൽ ഹുസ്നുൽ ഖുൽഖി, നല്ല സ്വഭാവമാണ്. ഏറ്റവും നല്ല സ്വഭാവമാണ് ഹുസ്നുൽ ഖുൽഖ്, അതാണ് പുണ്യം. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ നന്മ എന്താണോ, പുണ്യം എന്താണ്, അത് നല്ല സ്വഭാവം. ആളുകളുമായി ഇടപഴകുന്നിടത്ത് ഒരു സൽസ്വഭാവം, മുഖത്തൊരു പുഞ്ചിരി ഇങ്ങനെ ഉണ്ടാവും. അള്ളാഹിൻ്റെ റസൂലിൻ്റെ പ്രത്യേകത എന്തായിരുന്നു നിങ്ങൾ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആര് കണ്ടാലും റസൂലുള്ളാഹിക്ക് എന്നോടൊരു ഇഷ്ടമുണ്ട് എന്ന് തോന്നുമായിരുന്നു. എല്ലാ സ്വഹാബികൾക്കും അനുഭവപ്പെട്ടൊരു സംഭവമാണ്. അതെന്താ? റസൂലിന് എന്നോടാണ് കൂടുതൽ ഇഷ്ടം എന്ന് എല്ലാ സ്വഹാബികളുടെ കൽബിലും തോന്നിയിരുന്നു എന്നാണ്. റസൂലിൻ്റെ പെരുമാറ്റത്തിൻ്റെ ശൈലി എന്താ? ഒരു സ്വഹാബി റസൂലിൻ്റെ രണ്ട് സ്വഹാബികൾ തമ്മിൽ തർക്കിച്ചിരുന്നു എന്നാണ്. എന്താ തർക്കം? എന്നോടാണ് റസൂലിന് കൂടുതൽ ഇഷ്ടം എന്നൊരു സ്വഹാബി പറഞ്ഞപ്പോൾ മറ്റേ സ്വഹാബി പറഞ്ഞു, അല്ല എന്നോടാ ഇഷ്ടം, ജീവണെ അന്വേഷിച്ചോ എന്ന് അന്വേഷിച്ചു. രണ്ടാളും തർക്കിക്കാൻ വലിയ സ്വഹാബി ചോദിക്കാൻ വേണ്ടി തീരുമാനിച്ചു റസൂലുള്ളാഹിനോട്. റസൂലിൻ്റെ അടുത്ത് ചെന്നിരുന്നിട്ട്, റസൂൽ എങ്ങൾക്ക് ആരെയാണ് കൂടുതൽ ഇഷ്ടം? അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, പിന്നെ ആയിഷാനെയാണ്. സുമ്മ പിന്നെ ആരെ നബിയെ? ആയിഷാൻ്റെ വാപ്പ അബൂബക്കറിനെയാണ്. പിന്നെ ആരെ നബിയെ? ഉമറിനെയാണ്. പിന്നെ ആരെ നബിയെ? എൻ്റെ അലീനെയാണ്. പിന്നെ ആരെ റസൂലെ? എൻ്റെ ഉസ്മാനെ. ഇങ്ങനെ എണ്ണിപ്പോയി. കുറേ സുബൈർ റളിയല്ലാഹു അൻഹുവിനെ പറഞ്ഞു. അങ്ങനെ കുറേ സ്വഹാബികളുടെ പേര് പറഞ്ഞു. ഈ സ്വഹാബിൻ്റെ പേര് പറയണേ ഇല്ല. റസൂൽ ഈ സ്വഹാബി കേൾക്കുന്നത് ഈ സ്വഹാബിൻ്റെ പേര് കിട്ടാൻ വേണ്ടിയാണ്. പക്ഷേ അതിങ്ങനെ നീണ്ടു പോവുകയാണ്, ഓരോ ലിസ്റ്റ് നീണ്ടു പോവുകയാണ്. അവസാനം സ്വഹാബി ചോദ്യം നിർത്തി. നോക്കിങ്ങൾ, അവ എല്ലാവരും മനസ്സിലും എന്തുണ്ടായിരുന്നു? റസൂലുള്ളാഹിക്ക് എന്നോട് വലിയൊരു ഇഷ്ടമുണ്ട് എന്ന് തോന്നിയിരുന്നു. ഒരു വിശ്വാസിയുടെ ഇടപെടലിൻ്റെ ശൈലി അതാണ്. ആ റസൂലിൻ്റെ സ്വഭാവം അതാണ് ഏറ്റവും നല്ല സ്വഭാവം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, അൽ ബിർറു ഹുസ്നുൽ ഖുൽഖി. നമ്മളെ ഭാര്യനോട് സംസാരിച്ചാൽ ഭാര്യക്ക് തോന്നോ എൻ്റെ ഭർത്താവിന് എന്നോട് ഇഷ്ടമുണ്ട് എന്ന് തോന്നും? നമ്മൾ എന്തെങ്കിലും ഭാര്യനോട് എനിക്ക് എന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞതിനൊരു കാലം ഉണ്ടായിനി, കല്യാണം കഴിഞ്ഞ് 1-2 കൊല്ലം അല്ലേ, പിന്നതില്ല. നമ്മളെ സ്വഭാവത്തിൽ നിന്ന് ഭാര്യ മനസ്സിലാക്കുന്നത് നമ്മളോടുള്ള ഇഷ്ടമാണോ, എൻ്റെ ഭർത്താവിന് എന്നോട് ഇഷ്ടമുണ്ടെന്നാണോ, വെറുപ്പുണ്ട് എന്നാണോ? എന്തായിരിക്കും തോന്നുക? നമ്മളെ സ്വഭാവം നമുക്കറിയാലോ. നമ്മൾ ചിന്തിച്ചു നോക്കി.
ഭാര്യന്റെ സ്വഭാവത്തിൽ നിന്ന് നമുക്കെന്താ പ്രകടമാകണത്? ഓക്കെന്നോട് എന്തൊക്കെ ചില വെറുപ്പുണ്ട് എന്നാണ് തോന്നണതെങ്കിൽ നമ്മൾ പുണ്യത്തിന്റെ വഴിയിലല്ല എന്നർത്ഥം. നമ്മൾ പുണ്യത്തിന്റെ വഴിയിലല്ല എന്നർത്ഥം. ഉമ്മമാരെ, ഭാര്യമാരെ, നിങ്ങൾ ശ്രദ്ധിച്ചോളി. ഭർത്താവിന് നിങ്ങളെക്കുറിച്ച് നിങ്ങളുടെ പെരുമാറ്റത്തിൽ ഒരു ഇഷ്ടക്കുറവ് തോന്നിയാൽ, എൻ്റെ ഭാര്യയ്ക്ക് എന്നോട് വെറുപ്പാണെന്നൊരു തോന്നൽ വന്നാൽ വലിയ പ്രശ്നമാണ്. അതുകൊണ്ട് റസൂലുള്ള പറഞ്ഞത് ഏറ്റവും നല്ല പിന്നെ പുണ്യമെന്ന് പറഞ്ഞാൽ ഹുസ്നുൽ ഖുൽഖി, സൽസ്വഭാവമാണ്, നല്ല സ്വഭാവമാണ്. രണ്ടാമത് പറഞ്ഞു വൽ ഇസ്മു, പാപം എന്താണ് റസൂലേ? സഹാബത്തിന് റസൂലുള്ള പറഞ്ഞു കൊടുക്കുകയാണ്, മഹാക ഫീ സ്വദ്രിക, മഹാക ഫീ സ്വദ്രിക, നിന്റെ മനസ്സിന് ചൊറിച്ചിലുണ്ടാക്കുന്നതാണ് പാപം. മനസ്സിന്റെ ഉള്ളിൽ ചൊറിച്ചിലുണ്ടാക്കുന്നതാണ് പാപം. അവിടെ നിർത്തിയില്ല റസൂലുള്ള. വകരിഹത അയ്യത്തലിഅ അലൈഹിന്നാസ്, വകരിഹത അയ്യത്തലിഅ അലൈഹിന്നാസ്, ജനങ്ങൾ കാണുന്നതിനെ നീ വെറുക്കുന്ന പ്രവർത്തനമുണ്ടോ? അത് പാപമാണ്. ഞാനൊരു തെറ്റ് ചെയ്യുമ്പോൾ ജനങ്ങൾ കാണുമോ എന്ന് പേടിച്ചുകൊണ്ട് നമ്മളൊരു സംഭവം ചെയ്യുമല്ലോ, അങ്ങനെ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തിന്മയാണ്. മനസ്സിലായോ? മനസ്സിൻ്റെ ഉള്ളിൽ വെറുപ്പ്, എങ്ങനെ ചെയ്തു കഴിഞ്ഞിട്ട് വേണ്ടില്ലായിരുന്നു എന്ന് തോന്നുന്ന സംഭവം. മനസ്സിലായോ? പറഞ്ഞു കഴിഞ്ഞിട്ട് പറയാൻ പാടില്ലായിരുന്നു എന്ന് തോന്നുന്ന സംഭവം. ചെയ്യുന്ന സമയത്ത് ജനങ്ങൾ എന്നെ കാണുന്നുണ്ടോ, ഞാനിത് ചെയ്താൽ ജനങ്ങൾ അറിയോ എന്ന് തോന്നുന്നതൊക്കെ എന്താണ്? പാപമാണ്. എത്ര സിമ്പിളായിട്ട് റസൂലുള്ള ഒരു പാപത്തെ വർണ്ണിച്ചത് അല്ലേ? ഒരു വിശദീകരണത്തിന്റെ ആവശ്യമല്ല, വ്യക്തമാണ്. വകരിഹത അയ്യത്തലി അലൈഹിന്നാസ്, ജനങ്ങൾ കാണുന്നതിനെ നീ വെറുക്കുകയും ചെയ്യലാണ്. സ്വഹീഹ് മുസ്ലിമിലെ ഹദീസാണ്. ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി അവിടെ മഹാക ഫീ സ്വദ്രിക എന്ന പദത്തിനൊരു വ്യാഖ്യാനം കൊടുക്കുന്നത് കാണാം. നിന്റെ മനസ്സിൽ ചൊറിച്ചിലുണ്ടാക്കുന്നതെല്ലാം പാപമാണെന്ന് പഠിപ്പിച്ചപ്പോ മഹാക എന്ന പദത്തിന് അദ്ദേഹം വിശദീകരിക്കുന്നിടത്ത് അദ്ദേഹം പറയാണ്, വമഅനാ ഹാക ഫീ സ്വദ്രിക ഐ തഹറക ഫീഹ്, നിന്റെ മനസ്സിൽ വല്ലാത്ത അസ്വസ്ഥത നൽകിക്കൊണ്ടിരിക്കും. ഒരു തിന്മ നീ ചെയ്താൽ ആ തെറ്റ് നിന്റെ മനസ്സിൽ എങ്ങനെ വേട്ടയാടിക്കൊണ്ടിരിക്കും. ചെയ്തല്ലോ, പറഞ്ഞല്ലോ, വേണ്ടില്ലായിരുന്നു, പറയാൻ പാടില്ലായിരുന്നു, ചെയ്യാൻ പാടില്ലായിരുന്നു എന്നൊരു ചിന്ത ഇങ്ങനെ നമ്മുടെ മനസ്സിനെ വേട്ടയാടിക്കൊണ്ടിരിക്കും. അതും അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, 1, 2, 3 തവണ ചെയ്യുമ്പോഴേ ഉണ്ടാവുള്ളൂ. പിന്നെ ശൈത്വാൻ അതൊരു അലങ്കാരമായിട്ടാണ് കാണിച്ചു തരും. പിന്നെ ഒരു വലിയ പ്രശ്നമായിട്ട് തോന്നൂല. പക്ഷെ ആദ്യം നീ ചെയ്യുമ്പോൾ നിന്റെ മനസ്സിന് ഒരു അസ്വസ്ഥത അനുഭവപ്പെടുന്ന ആ ഒരു സന്ദർഭം, നിന്റെ മനസ്സിൽ അതിങ്ങനെ ചലനമുണ്ടാക്കിക്കൊണ്ടിരിക്കും എന്ന് ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി പറയാൻ. മാത്രമല്ല തറദ്ദദ എന്ന് പറഞ്ഞാൽ നിന്റെ മനസ്സിൽ അതിങ്ങനെ ഇടക്കിടക്ക് തേട്ടി വരും, തികട്ടി ഇങ്ങനെ വരും. മനസ്സിലിങ്ങനെ ഓർമ്മ വന്നുകൊണ്ടിരിക്കും. വലം യൻശരിഹ് ലഹു സ്വദർ, നിന്റെ മനസ്സ് ഒരിക്കലും അതിലേക്ക് പാകപ്പെട്ടു വരൂല, അതിന് മറക്കൂല. അന്ന് ഞാനത് ചെയ്തല്ലോ എന്നൊരു ചിന്ത നമ്മുടെ മനസ്സിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. നിന്റെ മനസ്സിനൊരു സ്വസ്ഥത ആ പാപം കൊണ്ട് നിനക്ക് കിട്ടൂല. അതുകൊണ്ട് നന്മ കൊണ്ടല്ലാതെ പാപം കൊണ്ടൊരിക്കലും സ്വസ്ഥത കിട്ടൂല. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഇപ്പോൾ കൊലപാതകം നടത്തുന്ന നമ്മുടെ നാട്ടിൽ നിന്ന് കൊലവിളി നടത്തുന്ന ആളുകൾ ഒരു ലഹരിയുടെ മത്തിലായിരിക്കാം ഒരു പക്ഷേ അത് ചെയ്യുന്നത് അല്ലേ? ജീവിതത്തിൽ എന്തെങ്കിലും ഒരു ദിവസം അതിങ്ങോട്ട് തെളിഞ്ഞു പോരുമ്പോൾ, അവരുടെ ജീവിതത്തിൽ അതിങ്ങോട്ട് തെളിയുമ്പോൾ പോലെ മനസ്സിലുണ്ടാകുന്ന അസ്വസ്ഥതയുടെ ആഴം എത്രയായിരിക്കും? സുബ്ഹാനല്ലാഹ്, അതിന് കയ്യും കണക്കുണ്ടാവും. ചെയ്ത തെറ്റാണെന്ന് ബോധ്യപ്പെടുന്നൊരു സമയമുണ്ടല്ലോ, പൂർണ്ണമായും MDMA അഡിക്റ്റായി, അത്ര ലഹരിക്ക് അഡിക്റ്റായിട്ടാണ് ഉമ്മാന്റെ കഴുത്തറുത്ത് കൊന്നതൊരുത്തൻ അല്ലേ? ഓനൊരു നോർമൽ സ്റ്റേജിലേക്ക് തിരിച്ചെത്തി, അവനവൻ്റെ ജയിൽവാസമൊക്കെ കഴിഞ്ഞ് അവിടുന്ന് അവൻ്റെ ശരീരത്തിലെ ലഹരിയുടെ ആ അംശങ്ങളൊക്കെ ഇറങ്ങി എല്ലാ രൂപത്തിൽ അവൻ നന്നായി തിരിച്ചു പോരുമ്പോൾ വീട്ടിലെത്തുമ്പോൾ അവൻ്റെ മാനസികാവസ്ഥ എന്തായിരിക്കും? അവൻ്റെ മനസ്സോർക്ക് പിടിച്ചാൽ കിട്ടുമോ? കിട്ടൂല. എത്ര തൗബ ചെയ്താലും സഹോദരങ്ങളെ തീർന്നിട്ടില്ല എന്ന തോന്നൽ മനസ്സിലുണ്ടാകും. കാരണം പെറ്റുമ്മാനെ അറുത്തു കൊന്നവൻ്റെ
അവൻ്റെ വേദനയുടെ ആഴം എത്രയായിരിക്കും. അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീക്ക് നൽകട്ടെ. ഒരു പാപം ചെയ്താൽ ചെയ്യുമ്പോൾ ചിലപ്പോൾ അത് വലിയ കുഴപ്പമായിട്ട് തോന്നൂല, കഴിഞ്ഞാൽ വലിയ വലിയ ഭയാനകമായി തോന്നും. മാത്രമല്ല മഹാനായ ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, വഹസല ഫീ ഖൽബി മിൻഹു ശക്കി വഖൗഫി. ആ തെറ്റ് നീ ചെയ്തു കഴിഞ്ഞാൽ, ആ പാപം ചെയ്തു കഴിഞ്ഞ് നീ അതിനെക്കുറിച്ച് ഓർക്കുമ്പോ നിന്റെ മനസ്സിൽ ഒരു ശക്ക് കടന്നുകൂടും, ഒരു സംശയം, അവന്റെ പരലോകത്തെക്കുറിച്ചൊരു സംശയം. ഞാൻ അങ്ങനെ ചെയ്തിരുന്നോ എന്നൊരു ഡൗട്ട് അവന് വരും. അതേപോലെ തന്നെ വൽ ഖൗഫി, ഒരു പേടിയും അവന്റെ മനസ്സിൽ ഇങ്ങനെ നിലനിൽക്കുമെന്നാണ്. ജീവിതകാലം മുഴുവനും സമാധാനം നഷ്ടപ്പെട്ടവനായി മാറുകയാണ്, സ്വസ്ഥതയില്ലാത്തവനായി മാറുകയാണ്. അതുകൊണ്ട് പാപങ്ങൾ കൊണ്ട് ഒരിക്കലും സഹോദരങ്ങളെ സ്വസ്ഥത നേടാൻ സാധ്യമല്ല. ലഹരി ഉപയോഗിച്ചാൽ സമാധാനം കണ്ടെത്താൻ കഴിയുമെന്ന് വിശ്വസിക്കുന്ന ആളുകളുണ്ട്. കള്ളു കുടിച്ചാൽ സമാധാനമുണ്ട്, പുകവലിച്ചാൽ സമാധാനമുണ്ട് എന്ന് അന്വേഷിക്കുന്ന ആളുകളുണ്ട്. ഒരിക്കലും നേടാൻ സാധ്യമല്ല, ഒരിക്കലും കിട്ടൂല അല്ലേ? ചില ആൾക്കാരങ്ങനെയാണ്. ടെൻഷൻ വന്നാൽ സിഗരറ്റ് വലിക്കും, ടെൻഷൻ വന്നാൽ സിഗരറ്റ് വലിക്കും. സിഗരറ്റ് വലിച്ചാൽ ആ ടെൻഷൻ ഒന്ന് മാറിക്കിട്ടുന്ന വിചാരം. എത്ര നേരം മാറും? ആ പുക ഇങ്ങനെ പുകച്ച് തീരുന്നവരെ ഉണ്ടാവും, പിന്നെ ആ പ്രശ്നം തുടരില്ലേ. കള്ളു കുടിച്ചാൽ ആ ശരീരത്തിലേക്ക് ഇറങ്ങി ആ മാല അങ്ങോട്ട് തീരുന്നവരെ ഉണ്ടാവും ഒരു പ്രശ്നം, ഒരു സമാധാനം. മൂലക്കെ കടന്ന് ഞാൻ എവിടെ കടക്കുമെന്നറിയില്ല. നായി വന്നോൻ്റെ മേത്ത് മൂത്രയിച്ചുണ്ടാവും, എന്നാലും ഓനറിയില്ല. അങ്ങനെ കടന്ന് സമാധാനം കിട്ടിയിട്ട് എന്ത് കാര്യമുള്ളത്? എന്ത് കാര്യമുള്ളത്? ഒരു കാര്യമല്ല അല്ലേ? MDMA ഉപയോഗിച്ചിട്ട് 8 മണിക്കൂറോ 10 മണിക്കൂറോ അവൻ ലഹരിയുടെ മായാലോകത്തേക്ക് അകപ്പെട്ടു പോയാൽ അവന് കിട്ടുന്ന സമാധാനത്തിന് വളരെ തുച്ഛമായ ദൈർഘ്യതയുള്ളൂ, തുച്ഛമായ ദൈർഘ്യതയേ ഉള്ളൂ. ആ ദൈർഘ്യത സഹോദരങ്ങളെ ശരീരത്തിൽ നിന്ന് ആ ലഹരിയുടെ അംശം തീരുന്നത് വരെ. അതിൻ്റെ അപ്പുറത്തേക്ക് സമാധാനം വേണ്ടേ? അതിൻ്റെ അപ്പുറത്തേക്ക് സ്വസ്ഥത വേണ്ടേ? വേണം. പക്ഷേ ഈ ലഹരി കൊണ്ട് ജീവിതകാലം മുഴുവനും സ്വസ്ഥത നഷ്ടപ്പെടുത്തുന്ന ആളുകളുണ്ട്. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാവട്ടെ. നിങ്ങൾ നോക്കൂ, അതുകൊണ്ട് നല്ല സ്വഭാവം നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുകയും നിങ്ങൾ പാപങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുകയും ചെയ്യുക. അത് നിങ്ങൾക്ക് സമാധാനത്തിൻ്റെ വഴിയാണെന്ന് മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്. ഇനി സ്വസ്ഥതയുടെ വഴി എന്താ? സമാധാനം നിങ്ങൾക്ക് കണ്ടെത്താനുള്ള മാർഗം പഠിപ്പിച്ചിടത്ത് അല്ലാഹു പറഞ്ഞു, നിങ്ങൾ പുണ്യകർമ്മങ്ങളിൽ വ്യാപൃതരാവുക, നന്മകൾ ധാരാളം ചെയ്യാം, സുഹൃതങ്ങൾ വർദ്ധിപ്പിക്കാം. സഹോദരങ്ങളെ, അങ്ങനെ ചെയ്യുന്ന ആളുകളെ കുറിച്ച് സൂറത്തുൻ നഹ്ലിലെ 97-ാമത്തെ ആയത്തിൽ അല്ലാഹു പഠിപ്പിക്കുന്നത് കാണാം. മൻ അമില സ്വാലിഹൻ മിൻ ദക്കരിൻ ഔ ഉൻസാ ഫഹുവ മുഅ്മിൻ ഫലനുഹിയന്നഹു ഹയാതൻ ത്വയ്യിബാ. അല്ലാഹു പറയാണ്, മൻ അമില സ്വാലിഹൻ, ആരെങ്കിലും സൽക്കർമ്മങ്ങൾ വർദ്ധിപ്പിച്ചാൽ, മിൻ ദക്കരിൻ ഔ ഉൻസാ, ആണാവട്ടെ പെണ്ണാവട്ടെ, നന്മകൾ ആരാണോ വർദ്ധിപ്പിക്കുന്നത്, എങ്ങനെയുള്ള നന്മ? ഫഹുവ മുഅ്മിനുൻ, മുഅ്മിനായിക്കൊണ്ട് ഈമാനോടുകൂടി സ്വർഗം പ്രതീക്ഷിച്ചുകൊണ്ട് നന്മ ചെയ്യുന്നവർ ആരാണോ, ഫലനുഹിയന്നഹു ഹയാതൻ ത്വയ്യിബാ, അവന്റെ ജീവിതം അല്ലാഹു നന്നാക്കി കൊടുക്കുന്നതാണ്, അവന്റെ ജീവിതം അല്ലാഹു ശുദ്ധീകരിക്കപ്പെടുന്നതാണ്. ദുനിയാവിലെ ജീവിതം ആഖിറത്തിലെ ജീവിതം അല്ലാഹു നന്നാക്കി കൊടുക്കുന്ന. തൻ്റെ ഉത്തരവാദിത്വങ്ങളൊക്കെ മറക്കാതെ കൃത്യമായി നിർവഹിച്ച് പുണ്യങ്ങളൊക്കെ ചെയ്താൽ മനസ്സിനൊരു സമാധാനം നിലനിർത്താൻ കഴിയും. ആൾക്കാരോട് പറയാനല്ല, വഹുവ മുഅ്മിനുൻ, ഈമാനോടുകൂടി ചെയ്യണം, അള്ളാഹ്ക്ക് വേണ്ടി ചെയ്യണം. അങ്ങനെ ഉണ്ടാവുമ്പോൾ നമുക്കൊരു സ്വസ്ഥത ഉണ്ടാവും. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നന്മ ചെയ്താൽ നമുക്ക് കിട്ടുന്ന റാഹത്തില്ലേ? റോട്ടിലൂടെ പോകുന്ന ഒരാൾക്ക് നമ്മളൊരു സഹായം ചെയ്തു കൊടുത്തു അല്ലേ? അയാളിൽ നിന്ന് ഒന്നും ഇങ്ങോട്ട് പ്രതീക്ഷിക്കാതെയാണ് നമ്മൾ ചെയ്തു കൊടുത്തത്. അത് ചെയ്തു കൊടുക്കുമ്പോൾ നമ്മളെ മനസ്സ്, ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ നമുക്കുണ്ടാകേണ്ട ഒരു സന്തോഷമല്ലേ? ഒരു സന്തോഷം. അൽഹംദുലില്ലാഹ്, അവിടെ ഒരു പുണ്യം രേഖപ്പെട്ടു, ഒരു പുണ്യം രേഖപ്പെട്ടു. ഒരു പാവപ്പെട്ടവന് ഒരു നേരത്തെ ഭക്ഷണം കൊടുത്തു. എത്രയാണ് കൂലി? എത്രയാണ് പ്രതിഫലം? നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ആശ്വാസം എത്രയാണ്? നമുക്ക് വലിയ സമാധാനം. ഒക്കെ സമാധാനത്തിൻ്റെ വഴിയാണ്. സുബഹിക്ക് നേരത്തെ എഴുന്നേറ്റു,
സുബഹിക്ക് മുമ്പ് 2 റക്അത്ത് വീട്ടിൽ നിന്ന് നിസ്കരിച്ചിട്ട് ജമാഅത്തിന് പള്ളിയിലെത്തി. പള്ളിയിൽ വന്ന് ജമാഅത്തിൽ പങ്കെടുത്ത് നിസ്കാരം കഴിഞ്ഞിട്ട് അദ്കാറുകളൊക്കെ ചൊല്ലി അവിടെ തന്നെ ഇരുന്ന് കുറേ ഖുർആൻ ഓതി പ്രാർത്ഥനകളൊക്കെ ഉരുവിട്ട് സൂര്യൻ ഉദിച്ചതിന് ശേഷം 2 റക്അത്ത് നമസ്കാരം പൂർത്തിയാക്കി അതേ പള്ളിയിൽ നിന്ന് ഇറങ്ങിപ്പോകുമ്പോൾ സമയത്തുണ്ടാകുന്നൊരു സമാധാനം അത് വേറെ എവിടുന്നാ കിട്ടുക? നിങ്ങൾ ആലോചിച്ച് നോക്കി. നമ്മൾ മഗ്‌രിബ് കഴിഞ്ഞിട്ട് വീട്ടിൽ നിന്ന് 2 പേജ് ഖുർആൻ ഓതിയാൽ നമ്മുടെ മനസ്സിനൊരു സ്വസ്ഥത ഉണ്ടാവില്ലേ? ഒരു സമാധാനം ഉണ്ടാവില്ലേ? പുണ്യങ്ങളിലൂടെ നിങ്ങൾക്ക് സമാധാനം കണ്ടെത്താൻ കഴിയും. ആ പുണ്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിലൂടെ സമാധാനം കണ്ടെത്താൻ കഴിയും. നിങ്ങൾ ആലോചിച്ച് നോക്കി. ഭരണാധികാരിയായ ഉമർ, ഇസ്ലാമിൻ്റെ ചരിത്രം നമ്മൾ കേട്ടിട്ടുണ്ട്. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു സുബഹി നിസ്കാരം കഴിഞ്ഞ ഉടനെ ഉമർ റളിയല്ലാഹു അൻഹു എഴുന്നേറ്റ് പോവുക. എങ്ങോട്ടാ പോകണമെന്നറിയില്ല. സുബഹി നിസ്കാരം കഴിഞ്ഞ് ഇഷ്റാഖിൻ്റെ നിസ്കാരം കഴിഞ്ഞ് പള്ളിയിൽ നിന്ന് ഉമർ റളിയല്ലാഹു അൻഹു പെട്ടെന്ന് ഇറങ്ങിയിട്ട് പോകും. സ്വഹാബികൾക്ക് ഒരു സംശയം, എങ്ങോട്ടാ ഉമർ ഇത്ര അർജന്റിൽ പോണത്? ഭരണാധികാരിയാണ് ഉമറിൻ്റെ ഭരണകാലാണ്. എങ്ങോട്ടാ ഉമർ പോണെന്ന് ആളുകൾക്ക് അറിയില്ല. ത്വൽഹ റളിയല്ലാഹു അൻഹു ഉമറിന്റെ പിന്നാലെ പോയി. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ പിന്നാലെ പോവുകയാണ്. സുബഹിന്റെ നിസ്കാരം കഴിഞ്ഞ് പ്രാർത്ഥനകൾ കഴിഞ്ഞ് റസൂലുള്ള പഠിപ്പിച്ച ആ സുന്നത്തായ ഇബാദത്തുകൾ കഴിഞ്ഞ് ഉമർ ഇബ്നുൽ ഖത്താബ് ഭരണാധികാരിയായ ഉമർ പോവുകയാണ്. ത്വൽഹ റളിയല്ലാഹു അൻഹു ഒരിക്കലും പിന്നാലെ പോവുകയാണ്. തുടർന്ന് പുണ്യം നേടാൻ വേണ്ടിയുള്ള പോക്കാണ്. ഉമർ റളിയല്ലാഹു അൻഹു വീട്ടിലേക്ക് കയറി ചെല്ലുന്നത് ത്വൽഹ റളിയല്ലാഹു അൻഹു കണ്ടു. ഉമർ അറിയാതെ ഉമറിനെ പിന്തുടരുകയാണ്. ത്വൽഹ റളിയല്ലാഹു അൻഹു പിന്നാലെ പോവുകയാണ്. ആ വീട്ടിലേക്ക് കയറി ചെല്ലുന്നു ഉമർ. അതേ മുകൾ ഭാഗത്തുള്ളൊരു വീട്. ആ വീട്ടിലേക്ക് കയറി ചെന്നു ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ആ വീട്ടിലേക്ക് ചെന്ന് കുറെ നേരം കഴിഞ്ഞിട്ട് ആ വീട്ടിൽ നിന്ന് തിരിച്ചു പോരുന്നത് ത്വൽഹ റളിയല്ലാഹു അൻഹു കാണുകയാണ്. ആ ഉമർ റളിയല്ലാഹു അൻഹു വീട്ടിൽ നിന്ന് പോന്ന ശേഷം ത്വൽഹ റളിയല്ലാഹു അൻഹു ആ വീട്ടിലേക്ക് കയറി ചെല്ലുന്നു. ആ വീട്ടിലേക്ക് എത്തിയപ്പോൾ അവിടെ ഒരു വയോവൃദ്ധയായ സ്ത്രീയുണ്ട്, പ്രായമായ സ്ത്രീയുണ്ട്. ആ ഉമ്മാക്ക് വേറെ ആരുമില്ല. ആ ഉമ്മ ഒറ്റക്കാണ്. ആ ഉമ്മാന്റെ അടുക്കലേക്ക് ത്വൽഹ റളിയല്ലാഹു അൻഹു കയറി ചെന്ന് സലാം പറഞ്ഞ് കയറി. ഉമ്മ സലാം മടക്കി. അടുത്ത് ചെന്ന് സംസാരിക്കുകയാണ്. ഉമ്മ, ഇങ്ങോട്ട് വന്നതാരാണുമ്മ? എന്തിനാണ് അയാൾ ഇങ്ങോട്ട് വരുന്നതുമ്മ? ഉമർ എന്തിനാണ് ഇങ്ങോട്ട് വരുന്നത് എന്നാണ് ചോദിക്കുന്നത്. ആരാണ് അയാൾ? എന്തിനാണുമ്മ അദ്ദേഹം ഇങ്ങോട്ട് വരുന്നത്? ആ സമയത്ത് ആ ഉമ്മ പറഞ്ഞു, ആരാണെന്ന് എനിക്കറിയില്ല മോനെ, വന്നത് ആരാണെന്ന് എനിക്കറിയില്ല. എല്ലാ ദിവസവും ആ ഉമ്മ വരും, ആ മോൻ ഇങ്ങോട്ട് വരും, ആ വ്യക്തി ഇവിടെ വരും, എൻ്റെ അടുക്കൽ വരും, എൻ്റെ വസ്ത്രം മലക്കിത്തരും, എൻ്റെ കുപ്പായം മലക്കിത്തരും, എൻ്റെ വീട് വൃത്തിയാക്കി തരും, എൻ്റെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും ചെയ്തു തരുന്നത് അദ്ദേഹമാണ്. എന്നെ കുളിപ്പിച്ച് ശുദ്ധീകരിക്കുന്നതും എനിക്ക് വേണ്ടതെല്ലാം ചെയ്തു തരുന്നതും ആ വ്യക്തിയാണ് മോനെ. ആരാണെന്ന് എനിക്കറിയില്ല മോനെ. എന്നിട്ട് ആ ഉമ്മാന്റെ ഒരു വാക്ക് കാണാം ചരിത്രത്തിൽ. വന്നത് ആരാണെന്ന് എനിക്കറിയില്ല, പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, നമ്മുടെ നാട്ടിന്റെ ഭരണാധികാരിയായ ഉമറിനേക്കാൾ നല്ല മനുഷ്യനാണ് ആ വ്യക്തി. ഉമ്മാന്റെ വാക്കാണ്. വന്ന വ്യക്തി ആരാണെന്നറിയില്ല, പക്ഷേ ഉമറിനേക്കാൾ നല്ല മനുഷ്യനാണ് അയാൾ. ഇത് കേട്ട ഉടനെ മഹാനായ ത്വൽഹാന്റെ ഖൽബൊന്ന് പിടക്കുകയാണ്, ത്വൽഹാന്റെ ഹൃദയമൊന്ന് പിടക്കുകയാണ്. വീട്ടിന്റെ മുറ്റത്തിറങ്ങിയിട്ട് ത്വൽഹ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അസറാത്തി ഉമർ തൽതമിസ്. ഉമറിന്റെ കുപ്പായ കയ്യിന്റെ നീളക്കുറവ് നോക്കി നടന്ന ത്വൽഹത്തെ, നിന്റെ ഉമ്മയെ നിനക്ക് നഷ്ടപ്പെടട്ടെ ത്വൽഹ. സഖിലതുക ഉമ്മുക യാ ത്വൽഹ, നിന്റെ ഉമ്മയെ നിനക്ക് നഷ്ടമാവട്ടെ ത്വൽഹത്തെ. അസറാത്തി ഉമർ തൽതമിസ്, ഉമറിന്റെ കുപ്പായ കയ്യിന്റെ നീളക്കുറവ് നോക്കി നടന്ന ത്വൽഹ, നിനക്ക് നാശമുണ്ടാവട്ടെ എന്ന് സ്വന്തം ശപിച്ചുകൊണ്ട് ത്വൽഹ റളിയല്ലാഹു അൻഹു പറയുന്ന വാക്ക് ചരിത്രത്തിൽ നമുക്ക് കാണാം. ഞാൻ എന്തിനാ അത് പറഞ്ഞെന്നറിയോ? ഒരു ഭരണാധികാരിയാണെന്ന ഉത്തരവാദിത്വം നിർവഹിക്കുന്നിടത്ത് തന്റെ ജീവിതത്തിലെ സമാധാനം കണ്ടെത്താനുള്ള വഴി ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ചെയ്തു കൊടുത്ത പ്രവർത്തനങ്ങളാണിത്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞിട്ടില്ല ഞാനാണ് ഉമർ എന്ന് പോലും. ആ ഒരു വാക്ക് പോലും ആ ഉമ്മാനോട് പറഞ്ഞിട്ടില്ല. അതാണ് ഫഹുവ മുഅ്മിനും
നിങ്ങൾ മുഅ്മിനായി ചെയ്താൽ ഫലനുഹിയന്നഹു ഹയാതൻ തയ്യിബാ, നിങ്ങളുടെ ജീവിതം വല്ല വെടുപ്പുള്ളതാക്കി തരും, നിങ്ങളുടെ ജീവിതം വല്ല വൃത്തിയുള്ളതാക്കി തരുമെന്ന് റബ്ബ് ബോധ്യപ്പെടുത്തുന്നു. പുണ്യങ്ങളുടെ ആഴം സഹോദരങ്ങളെ ചെറുതല്ല. മനസ്സിലായോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ സ്വഹാബികൾ നന്മ ചെയ്യുന്നിടത്ത് മുന്നേറി വന്നു. കാരണം അവർക്കറിയാം ഈ ദുനിയാവിലും നാളെ പരലോകത്തും സമാധാനം കണ്ടെത്താനുള്ള വഴി നന്മ വർദ്ധിപ്പിക്കലാണ്, പുണ്യങ്ങൾ ധാരാളം ചെയ്യലാണ്. പാപങ്ങൾ ചെയ്താലോ, പാപങ്ങൾ വർദ്ധിച്ചാലോ അല്ല പറഞ്ഞു വമൻ അഅറള അൻ ദിക്രി, ആരെങ്കിലും എന്നെ ഓർക്കുന്നതിൽ നിന്ന് വിട്ടകന്നു പോയാൽ, ഖുർആനിൽ നിന്ന് അകന്നു പോയാൽ, ഹദീസിൽ നിന്ന് അകന്നു പോയാൽ, നന്മ ചെയ്യുന്നതിൽ നിന്ന് വിട്ടകന്നു പോയാൽ ഫഇന്ന ലഹു മഈശതൻ ലങ്കാ, അവൻ അല്ലാഹു ലങ്കായ ഞെരുക്കത്തിന്റെ ഒരു ജീവിതം നൽകുന്നതാണ്. പുണ്യങ്ങളിൽ നിന്ന് വിട്ടകന്നു പോകുന്നവർക്ക് അല്ല ഞെരുക്കത്തിന്റെ ജീവിതം നൽകുന്നതാണ്. വനഹ്ശുറുഹു യൗമൽ ഖിയാമത്തി അഅമാ, കണ്ണ് കാണാത്തവരായവർ പരലോകത്ത് വരും. ഈ ദുനിയാവിലും സ്വസ്ഥതല്ല, പരലോകത്തും സ്വസ്ഥതല്ല. അതുകൊണ്ട് സമാധാനം വേണോ, മനസ്സിനൊരു കുളിര് കിട്ടണോ, സഹോദരങ്ങളെ ധാരാളം പുണ്യങ്ങൾ വർദ്ധിപ്പിക്കുക. നന്മകൾ കിട്ടുന്നിടത്തൊക്കെ നമ്മൾ ഉണ്ടാവുക എന്നുള്ളതാണ്. ആ രൂപത്തിൽ ജീവിതത്തെ ക്രമീകരിക്കാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. അതുകൊണ്ട് ഖുർആനൊക്കെ നന്നായി പാരായണം ചെയ്യുക, ഖുർആനിനോടൊക്കെ കൽബിനെ ബന്ധപ്പെടുത്തുക. ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ കഴുത്തിൽ കത്തി വെച്ച് ശത്രുക്കൾ അറുക്കുമ്പോൾ കഴുത്തറുത്തിട്ടാണ് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ കൊന്നത്. അദ്ദേഹം ഷഹീദായി താഴെ വീഴുന്ന സമയത്ത് സ്വഹാബത്ത് പഠിപ്പിക്കുന്നുണ്ട്, ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹുവിൻ്റെ കയ്യിൽ മുസഹഫ് ഉണ്ടായിരുന്നു എന്നാണ്. ഖുർആൻ ഓതിക്കൊണ്ട് നിൽക്കുന്നതിനിടയിലാണ് ശത്രുക്കൾ അറുത്തത്. ആ ഖുർആനിനെ മാറുപിടത്തിലേക്ക് ചേർത്ത് വെച്ചിട്ടാണ് ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു മുഖം കുത്തി താഴെ വീണത്. സ്വഹാബത്ത് പറയാണ്, ഉസ്മാൻ ബിൻ അഫ്ഫാനിന്റെ കഴുത്തിൽ നിന്ന് ഒലിച്ചിറങ്ങിയ രക്തം മുസഹഫുകളിലൂടെ ആ ചോര മുസഹഫുകൾ നിറയുമാറ് ചോരങ്ങനെ മുസഹഫിലേക്ക് ഇറങ്ങിയത്. ഉസ്മാൻ ബിൻ അഫ്ഫാൻ മാർബിടത്തിലേക്ക് ചേർത്ത് പിടിച്ച മുസഹഫിലേക്ക് അദ്ദേഹത്തിന്റെ രക്തം ഒലിച്ചിറങ്ങിയിരുന്നു എന്ന് സ്വഹാബത്ത് പറയുകയാണ്. അങ്ങനെ നന്മയുടെ കാര്യത്തിൽ വ്യാപൃതരാകാൻ, നന്മയിൽ കൂടുതൽ മുഴുകാൻ നമുക്ക് സാധിക്കണം. പുണ്യമുണ്ട് എന്ന് പറയുന്നിടത്തൊക്കെ നമ്മൾ ഉണ്ടാവണം, നന്മ ഉണ്ട് എന്ന് പറയുന്നിടത്തൊക്കെ നമ്മൾ ഉണ്ടാവണം. അത് നമ്മുടെ ഖബറിൽ നമുക്ക് പുണ്യമാണ്, നാളെ പരലോകത്ത് നമുക്ക് രക്ഷയാണ്. ഈ ദുനിയാവിലും നമ്മുടെ ജീവിതത്തിൽ ഒരു സമാധാനം ഉണ്ടാവും, ഒരു സമാധാനം ഉണ്ടാവും. ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, നിങ്ങൾ രാത്രി കിടന്നുറങ്ങുന്ന സമയത്ത് നിങ്ങളുടെ ഉറങ്ങാൻ വേണ്ടി നിങ്ങൾ കിടക്കുമ്പോൾ നിങ്ങൾ ചിന്തിച്ചോ, ഇന്ന് ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് നിങ്ങൾക്ക് ഉറപ്പിക്കാൻ കഴിയുമെങ്കിൽ, ഇന്നെൻ്റെ ജീവിതത്തിൽ ധാരാളം പുണ്യങ്ങൾ ഞാൻ ചെയ്തു എന്ന് നിങ്ങൾക്ക് ഉറപ്പിക്കാൻ സാധിക്കുന്നുവെങ്കിൽ ഫഹുവ യൗമു ഈദ്, അതവൻ്റെ ആഘോഷത്തിൻ്റെ ദിവസമാണെന്ന് ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി വിശദീകരിക്കുന്നത് കാണാം. അതുകൊണ്ട് ആ ഒരു പുണ്യം സഹോദരങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നന്മയുള്ളിടത്തൊക്കെ നമ്മൾ ഉണ്ടാവാൻ നമുക്ക് സാധിക്കണം. എല്ലാ പാപങ്ങളിൽ നിന്നും വിട്ടുനിൽക്കാനും നമുക്ക് സാധിക്കണം. സഹോദരങ്ങളെ, അഞ്ചാമത്തെ മാർഗം എന്നുള്ളത് അദ്കാറുകൾ ജീവിതത്തിൽ നിലനിർത്തലാണ്. ഖുർആൻ ഓതി പുണ്യം നേടുക, നോമ്പ് നോറ്റ് പുണ്യം നേടുക, ഈ പുണ്യങ്ങളിലൊക്കെ ഉണ്ടാകുക. അതിൻ്റെ കൂടെ തന്നെ ദിക്റുകൾ വർദ്ധിപ്പിക്കുക, ദിക്റുകൾ വർദ്ധിപ്പിക്കുക. പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു ബോധ്യപ്പെടുത്തുന്നത് കാണാം, അല്ലദീന ആമനൂ വതത്മഇന്നു ഖുലൂബുഹും ബിദിക്രില്ലാഹ് അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. അല്ലദീന ആമനൂ, അതേ വിശ്വസിച്ചവരായ ആളുകൾ, തത്മഇന്നു ഖുലൂബുഹും ബിദിക്രില്ലാഹ്, അല്ലാഹുവിനെ ഓർക്കുന്നതിലൂടെ മനസ്സിനെ സമാധാനമാക്കിയവരെവിടെയാണ്? എന്നിട്ട് അല്ലാഹു പറയാണ്, അലാ നിങ്ങൾ അറിയണേ, ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്, അല്ലാഹുവിനെ ഓർക്കുന്നതിലൂടെയാണ്, ദിക്റുകൾ വർദ്ധിപ്പിക്കുന്നതിലൂടെയാണ് നിങ്ങൾക്ക് മനസ്സിന് സമാധാനം കണ്ടെത്താൻ സാധിക്കുക. മനസ്സിന് സ്വസ്ഥത വേണോ, മനസ്സിന് സമാധാനം വേണോ? നിങ്ങളുടെ മനസ്സ് നിറയെ നിങ്ങൾ അദ്കാറുകൾ കൊണ്ട് നിറക്കുക, നാവ് കൊണ്ട് ദിക്റുകൾ വർദ്ധിപ്പിക്കുക. അതേ ലിസാനൻ ദാക്കിറാ,
ദിക്ർ ചൊല്ലുന്ന നാവുണ്ടാകണം. വഖൽബുൻ ഷാകിറാ, ശുക്ർ ചെയ്യുന്ന മനസ്സുണ്ടാവണം. ഹംദ് ഇങ്ങനെ വർദ്ധിപ്പിക്കണം. അൽഹംദുലില്ലാ അൽഹംദുലില്ലാ. പരീക്ഷണത്തിന്റെ സമയത്തും അല്ലാത്ത സമയത്തൊക്കെ ഹംദ് ഇങ്ങനെ വർദ്ധിപ്പിക്കുക. അൽഹംദുലില്ലാ എന്നിങ്ങനെ പറയാം. വലിയ കൂലിയാണ്. മനസ്സിലായോ? സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു, ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ, ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീതു വഹുവ ഹയ്യുൻ ലാ യമൂതു ബിയദിഹിൽ ഖൈരി വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഇങ്ങനെയുള്ള ദിക്റുകളും ദുആകളും ഒക്കെ ജീവിതത്തിൽ ഇങ്ങനെ വർദ്ധിപ്പിക്കുക. ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹു. എത്രയാണ് കൂലി സഹോദരങ്ങളെ, എത്രയാണ് പ്രതിഫലം. നമ്മുടെ മനസ്സിന് എന്തൊരാശ്വാസമായിരിക്കും. അതുകൊണ്ട് ദിക്റുകൾ നമ്മുടെ ജീവിതത്തിൽ തുടർച്ചയായി അത് നിലനിർത്തിക്കൊണ്ടിരിക്കണം. നോക്കി നിങ്ങൾ, രാവിലെ എഴുന്നേറ്റത് മുതൽ വൈകുന്നേരം കിടന്നുറങ്ങുന്ന സമയം വരെ ദിക്റുകൾ കൊണ്ട് നിറക്കപ്പെട്ടൊരു സമൂഹമാണ് നമ്മൾ. വേറെ ഏത് ഉമ്മത്തിനാണ് ഇങ്ങനൊരു ചാൻസ് ഉള്ളത്? വേറെ ഏത് മതസമൂഹത്തിനുള്ളത്? ഏതെങ്കിലും സിദ്ധാന്തങ്ങൾക്കുണ്ടോ? ഏതെങ്കിലും പ്രസ്ഥാനങ്ങൾക്കുണ്ടോ? ഇല്ലല്ലോ. അള്ളാഹിൻ്റെ ദീൻ ഉൾക്കൊണ്ടു എന്ന് പറയുന്ന ആളുകളുടെ ജീവിതത്തിൽ കിട്ടുന്ന ഏറ്റവും വലിയൊരു അവസരം അധികാറുകൾ ഇങ്ങനെ വർദ്ധിപ്പിക്കുക, പ്രാർത്ഥന ആയുധമായി സ്വീകരിക്കുക. അള്ള പഠിപ്പിക്കുന്ന വാക്ക് നോക്കൂ, യാ അയ്യുഹല്ലദീന ആമനൂ ഇദ്കുറുല്ലാഹ ദിക്റൻ കസീറാ. നിങ്ങൾ ധാരാളമായി അല്ലാഹനെ ഓർക്കണം കേട്ടോ. വസബ്ബിഹൂഹു ബുക്റതൻ വഅസീലാ. നിങ്ങളുടെ ജീവിതത്തിൽ വസബ്ബിഹൂഹു, നിങ്ങൾ സുബ്ഹാനല്ലാഹ്, അതെ അത് നിങ്ങൾ വർദ്ധിപ്പിക്കണേ. വസബ്ബിഹൂഹു ബുക്റതൻ വഅസീലാ. രാവിലെയും വൈകുന്നേരവും നിങ്ങൾ സുബ്ഹാനല്ലാഹ് വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കണേ. മറ്റൊരു ആയത്തിൽ കാണാം, സുബ്ഹാനല്ലാഹി ഹീന തുംസൂന വഹീന തുസ്ബിഹൂൻ. ആകയാൽ രാവിലെയും വൈകുന്നേരവും നിങ്ങൾ അള്ളാഹുവിനെ ധാരാളം പ്രകീർത്തിച്ചു കൊണ്ടിരിക്കുക, ധാരാളം അള്ളാഹിനെ ഓർത്തുകൊണ്ടിരിക്കാൻ. ഒരു ഹദീസ് ഇങ്ങനെ കാണാം, അൻ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു. മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു പറയാണ്, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാ അമില ബിൻ ആദം, ആദമിന്റെ സന്തതികൾക്ക് അതേ അമലൻ അൻജാലഹു മിൻ അദാബില്ലാഹ്, അള്ളാഹുവിൻ്റെ അദാബിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഏറ്റവും വലിയ വഴി മിൻ ദിക്രില്ലാഹ്, അള്ളാഹുവിനെ ഓർക്കലാണ്, അള്ളാഹ്ക്ക് ദിക്റുകൾ വർദ്ധിപ്പിക്കലാണ് എന്ന് പറയാണ്. മറ്റൊരു ഹദീസിൽ കാണാം, മസലുല്ലദീ യദ്കുറു റബ്ബഹു വല്ലദീ ലാ യദ്കുറു റബ്ബഹു മസലുൽ ഹയ്യി വൽ മയ്യിതി. അള്ളാഹിനെ ധാരാളം ഓർക്കുന്നവന്റെ ഉദാഹരണം മസലുൽ ഹയ്യി, അവൻ എന്നും ജീവിച്ചിരിക്കുന്നവനെ പോലെയാണ്. എപ്പോഴും ഒരു ഹയാത്തോന്റെ മനസ്സെപ്പോഴും ഇങ്ങനെ ഒരു വിശാലത ഉണ്ടാവും. അതെ, വല്ലദീ ലാ യദ്കുറു റബ്ബഹു, അള്ളാഹിനെ ഓർക്കാത്തവന്റെ ഉപമ വൽ മയ്യിതി, അവൻ മരിച്ചു പോയവനെ പോലെ. അവൻ്റെ മനസ്സെപ്പോഴും ഇങ്ങനെ ചത്തു കിടക്കുന്ന ഒരവസ്ഥയാണ്. അതുകൊണ്ട് വദ്കുറൂനീ അദ്കുറുക്കും, നിങ്ങൾ അള്ളാഹിനെ ഓർത്താൽ, അള്ളാഹ് പറയാണ്, നിങ്ങൾ എന്നെ ഓർത്താൽ ഞാൻ നിങ്ങളെ ഓർക്കും. വഷ്കുറൂലി, നിങ്ങൾ എനിക്ക് നന്ദി കാണിക്കണേ. വലാ തക്ഫുറൂൻ, എന്നോട് നിങ്ങൾ നന്ദികേട് കാണിക്കരുത് കേട്ടോ. അതുകൊണ്ട് നന്ദിയുള്ളവരായി മാറാം സഹോദരങ്ങളെ. അതുപോലെ തന്നെ പ്രാർത്ഥനകൾ ജീവിതത്തിൽ മുറുകെ പിടിക്കുക. ഏത് പ്രശ്നങ്ങൾ ജീവിതത്തിലുണ്ടോ, ദുആയാണ് നമ്മുടെ ജീവിതത്തിലെ ആയുധം എന്ന് നമ്മൾ മനസ്സിലാക്കുക. ആറാമത്തെ വിഷയം സഹോദരങ്ങളെ ഏതാണ്? ജീവിതത്തിൽ ധാരാളമായി നമ്മൾ ദിക്റുകൾ ദുആകൾ വർദ്ധിപ്പിക്കുന്നതോടൊപ്പം ദുആ ജീവിതത്തിൽ വർദ്ധിപ്പിക്കുക. നന്നായി പ്രാർത്ഥിക്കുക റബ്ബിനോട്. ഏത് വിഷയത്തിലും ദുആ നമുക്കുണ്ടോ, അള്ളാഹുവിൻ്റെ സഹായം നമുക്കുണ്ട് എന്നർത്ഥം. ബദറിൽ പിന്നെ മുസ്ലിങ്ങൾ ജയിക്കാനുള്ള കാരണം അള്ളാഹ് പഠിപ്പിച്ചത് എന്താ? 1000-ലധികം വരുന്ന മലക്കുകൾ അള്ളാഹു ബദറിലേക്ക് ഇറക്കി. വെറും 300 ചില്ലാനം വരുന്ന സ്വഹാബികൾ ബദറിൻ്റെ ഭൂമിയിലേക്ക് ഇറങ്ങുമ്പോൾ 1000-ലധികം വരുന്ന ആയുധബലങ്ങളും ആൾബലങ്ങളും കൊണ്ട് ശത്രു സമുദായം നിരന്നപ്പോൾ അള്ളാഹ് പറഞ്ഞു, നിങ്ങളുടെ കയ്യിൽ ഒന്നുമില്ലായിരുന്നു, ആൾബലവുമില്ല, ആയുധബലവുമില്ല, എന്നിട്ടും നിങ്ങൾ വിജയിക്കാൻ കാരണം അള്ളാഹ് പഠിപ്പിക്കുകയാണ്. അള്ളാഹ് പഠിപ്പിച്ച വാക്കെന്താ? ഇത് തസ്തഗീസൂന റബ്ബക്കും ഫസ്തജാബ ലക്കും അന്നീ മുമിദ്ദുക്കും ബിഅൽഫിൻ മിനൽ മലായികത്തി മുർദിഫീൻ.
നിങ്ങളുടെ ജീവിതത്തിലെ വിജയത്തിന്റെ കാരണം അതാണ്. ഇത് തസ്തഗീസൂന റബ്ബക്കും, നിങ്ങൾ നിങ്ങളുടെ റബ്ബിനോട് ഇസ്തിഗാസ നടത്തിയത് കൊണ്ട്, അള്ളാഹിനോട് നിങ്ങൾ സഹായം തേടിയത് കൊണ്ട്, അതേ ഫസ്തജാബ ലക്കും, നിങ്ങൾ അള്ളാഹുവിനോട് സഹായം തേടിയപ്പോൾ അള്ളാഹു നിങ്ങൾക്ക് ഉത്തരം നൽകി. അന്നീ മുമിദ്ദുക്കും ബിഅൽഫിൻ മിനൽ മലായികത്തി മുർദിഫീൻ, ആയിരത്തോളം വരുന്ന മലക്കുകളെ ഭൂമിയിലേക്ക് ഇറക്കിക്കൊണ്ടാണ് അള്ളാഹു നിങ്ങളെ സഹായിച്ചത് എന്ന് അലി റളിയല്ലാഹു അൻഹു റസൂലിനോട് ചോദിക്കേണ്ട, റസൂലെ ഞാൻ വെട്ടിയിട്ടില്ല നബിയെ, ശത്രുവിൻ്റെ കഴുത്തിൽ എൻ്റെ കത്തി തട്ടിയിട്ടില്ല, ഓങ്ങിയിട്ടേ ഉള്ളൂ, അപ്പോഴേക്ക് ശത്രുവിൻ്റെ തല താഴെ വീഴുന്നതാണ് ഞാൻ കണ്ടത്, എന്താ റസൂലെ സംഭവിച്ചത് എന്നാണ്. ആ സമയത്താണ് ഈ ആയത്തിറങ്ങുന്നത്. ഇത് തസ്തഗീസൂന റബ്ബക്കും ഫസ്തജാബ ലക്കും അന്നീ മുമിദ്ദുക്കും ബിഅൽഫിൻ മിനൽ മലായികത്തി മുർദിഫീൻ. വിജയം പ്രാർത്ഥന കൊണ്ടേ നേടാവൂ, വിജയം പ്രാർത്ഥന കൊണ്ടേ ലഭിക്കൂ. അതുകൊണ്ട് ദുആ നമ്മുടെ ജീവിതത്തിൻ്റെ വലിയ ആയുധമായി നമ്മൾ സ്വീകരിക്കാം. ഇന്ന് പ്രാർത്ഥിക്കലില്ല, നമ്മൾ ദുആ നമ്മുടെ ജീവിതത്തിൽ വളരെ കുറവാണ്. നേരം കിട്ടണില്ല, ഒന്നതാണ്, സമയം കിട്ടണില്ല, പ്രാർത്ഥിക്കാനും നമുക്ക് സമയം കിട്ടണില്ല. ഒഴിഞ്ഞിരുന്ന് അള്ളാഹുവിനോട് മനസ്സറിഞ്ഞ് കാര്യങ്ങൾ ചോദിക്കണം സഹോദരങ്ങളെ. മക്കൾക്ക് വേണ്ടി നമ്മൾ ദുആ ചെയ്യണം. വഴിതെറ്റുന്ന ജനതയെ നന്മയുടെ വഴിയിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. രാജ്യത്തിൻ്റെ ഭരണം മാറിക്കിട്ടാൻ വേണ്ടി നമ്മൾ ദുആ ചെയ്യണം. അതേ, ലോകത്ത് മുസ്ലിങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. എൻ്റെ ജീവിതം നന്നാവാൻ വേണ്ടി സ്വയം എനിക്ക് വേണ്ടി ഞാൻ ദുആ ചെയ്യണം. എൻ്റെ ആഖിറം നന്നാകാൻ വേണ്ടി പ്രാർത്ഥിക്കണം. ഖബർ ജീവിതം വിശാലമാകാൻ വേണ്ടി ദുആ ചെയ്യണം. പരലോകത്ത് വിചാരണ എളുപ്പമായി കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കണം. മരണം നന്നാക്കി തരാൻ വേണ്ടി നമ്മൾ അള്ളാഹിനോട് ദുആ ചെയ്യണം. പ്രാർത്ഥിക്കാറുണ്ടോ? ദുആ ചെയ്യാറുണ്ടോ? നമ്മൾ നമ്മുടെ സ്വയം നമ്മുടെ ഖൽബിനോട് ചോദിക്കണം. പ്രാർത്ഥന വലിയൊരു ആയുധമാണ്. വലിയ അത്ഭുതങ്ങൾ ഉണ്ടായിട്ടുണ്ട് പ്രാർത്ഥന കൊണ്ട്. അതിലൊരു ഉദാഹരണമാണ് ബദർ. രണ്ടാമത്തെ ഉദാഹരണം നോക്കൂ. 3 ഗുഹാവാസികൾ ഗുഹയിലകപ്പെട്ട സംഭവം നമ്മൾ കേട്ടിട്ടില്ലേ? അവർ ഗുഹയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള കാരണം എന്താ? 3 ആളുകളുടെ ദുആയാണ്. 3ാമത്തെ വ്യക്തിയുടെ പ്രാർത്ഥന തീർന്നപ്പോൾ ഗുഹാമുഖത്ത് വന്നടഞ്ഞ കല്ല് ഗുഹാമുഖത്ത് നിന്ന് മാറിപ്പോയി എന്ന് ചരിത്രം ഖുർആൻ പഠിപ്പിക്കുന്ന യാഥാർത്ഥ്യമാണ്. യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം മത്സ്യത്തിൻ്റെ വയറ്റിൽ നിന്ന് രക്ഷപ്പെട്ടത് മറ്റൊരു ഉദാഹരണമാണ്. യൂനുസ് നബി മത്സ്യത്തിൻ്റെ വയറ്റിൽ നിന്ന് രക്ഷപ്പെട്ടത് ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. അതേ റബ്ബേ, നീ അല്ലാതെ ആരാധനക്ക് അർഹനില്ല, സുബ്ഹാനക, നീ പരിശുദ്ധനാണ് റബ്ബേ, ഇന്നി കുന്തു മിനൽ ളാലിമീൻ, എൻ്റെ അടുത്ത് തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടല്ലാ, എനിക്ക് പിഴവുകൾ എൻ്റെ ജീവിതത്തിൽ വന്നിട്ടുണ്ട് റബ്ബേ, അതുകൊണ്ട് റബ്ബേ എനിക്ക് രക്ഷ നൽകണേ എന്ന് യൂനുസ് നബി പ്രാർത്ഥിക്കുന്നത് ചരിത്രത്തിൽ നമുക്ക് കാണാം. യൂനുസ് നബിയെ ആ മത്സ്യം തുപ്പുന്നു എന്ന് ചരിത്രത്തിൽ കാണാം. ദിവസങ്ങളോളം യൂനുസ് നബി ആ അഴുക്കുപുരണ്ട രൂപത്തിൽ കിടക്കുന്നത് ചരിത്രത്തിലുണ്ട്. യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോരുന്നത് ചരിത്രത്തിൽ നമുക്ക് കാണാം. എന്തേ കാരണം? റസൂലുള്ളാഹി പറഞ്ഞു ദുആയാണ് കാരണം. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഈ ദുആ നിങ്ങൾ മുറുകെ പിടിച്ചാൽ നിങ്ങൾക്ക് എന്തെങ്കിലും പരീക്ഷണങ്ങൾ വരുമ്പോൾ ഈ ദുആ നിങ്ങൾ ആയുധമായി സ്വീകരിക്കണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീഖ് നൽകട്ടെ. ഒരു തേള് കുത്തി ഒരു സ്വഹാബിൻ്റെ കയ്യിൽ, കാലിൽ. ഒരു സ്വഹാബി റസൂലിനോട് വന്നിട്ട് പറയാണ്, റസൂലെ എൻ്റെ കാലിലൊരു തേള് കുത്തി റസൂലെ ഇന്നലെ രാത്രി. റസൂൽ ചോദിക്കുന്നുണ്ട്, ഒരു ജീവിനെ കടിച്ചു എന്ന് പറഞ്ഞപ്പോൾ റസൂൽ ചോദിക്കുന്നുണ്ട്, എന്താ നിന്നെ കടിച്ചത്? അള്ളാഹു റസൂലിനോട് പറഞ്ഞു, റസൂലെ അഖറബ്, അതൊരു തേളാണ് എന്നെ കുത്തിയത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബിയോട് പറഞ്ഞു, അംസൈത, നിനക്കിങ്ങനെ ഇന്നലെ വൈകുന്നേരം നിനക്കിങ്ങനെ ദുആ ചെയ്തുകൂടായിരുന്നോ? അഊദു ബികലിമാത്തില്ലാഹി തമ്മാത്തി മിൻ ശർരി മാ ഖലഖ്. ഒരു പ്രശ്നം പറഞ്ഞിട്ട് റസൂലുള്ളാഹിൻ്റെ അടുത്തേക്ക് വന്ന ഒരു വ്യക്തിക്ക് പരിഹാരം പറഞ്ഞു കൊടുത്തത് എന്താ? ദുആയാണ്, പ്രാർത്ഥന, ദിക്റുകളാണ്. റസൂലുള്ള പരിഹാരം പറഞ്ഞു കൊടുത്തത് പ്രാർത്ഥന. നിങ്ങളാലോചിച്ചു, ഉമ്മു സലമ റളിയല്ലാഹു അൻഹാ റസൂലുള്ളാഹിൻ്റെ മുന്നിൽ വരുന്നുണ്ട്. അബൂസലമ മരിച്ചപ്പോൾ, ഉമ്മു സലമയുടെ ഭർത്താവാണ് അബൂസലമ. അബൂസലമ മരിച്ചപ്പോൾ റസൂലുള്ളാഹിൻ്റെ അടുക്കലേക്ക് ഉമ്മു സലമ റളിയല്ലാഹു അൻഹ വന്നു. ഉമ്മു സലമ വന്നിട്ട് പറഞ്ഞു, റസൂലേ എൻ്റെ ഭർത്താവ് മരിച്ചു നബി, ഭർത്താവ് മരണപ്പെട്ടു റസൂലേ. ഉമ്മു സലമ റളിയല്ലാഹു അൻഹയോട് അള്ളാഹിൻ്റെ റസൂല് പറഞ്ഞു കൊടുത്ത പ്രാർത്ഥനയുണ്ട്. ലാ ഹൗല വലാ ഖുവത. നോക്കൂ നിങ്ങൾ, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് നീ പറയണം. എന്നിട്ട് പറയണം, നീ പ്രാർത്ഥിക്കണം, അല്ലാഹുമ്മ അജ്റുനി
ഫീ മുസീബതി വഖ്ലുഫ്നി ഖൈറൻ മിൻഹാ എന്ന് നീ ദുആ ചെയ്തോന്നാ. എന്താ പ്രാർത്ഥന? അല്ലാഹുമ്മ അജ്ർനി ഫീ മുസീബതി, അല്ലാഹുവേ നീ എനിക്ക് നൽകിയ പരീക്ഷണത്തിൽ ഞാൻ വിജയിച്ചിരിക്കുന്നു, ഞാൻ ക്ഷമിച്ചിരിക്കുന്നു റബ്ബേ. വഖ്ലുഫ്നി ഖൈറൻ മിൻഹാ, എനിക്ക് സംഭവിച്ച നഷ്ടത്തിന് പകരം ഖൈറായത് നീ എനിക്ക് തിരിച്ചു നൽകണേ അല്ലാഹ്. എനിക്ക് നഷ്ടം സംഭവിച്ചു, എൻ്റെ ഭർത്താവിന് എനിക്ക് നഷ്ടപ്പെട്ടു, ഖൈറായത് നീ തിരിച്ചു തരണേ അല്ലാഹ് എന്ന് പ്രാർത്ഥിക്കാൻ റസൂലുള്ള പ്രാർത്ഥന പഠിപ്പിച്ചു കൊടുത്തു. അള്ളാഹിൻ്റെ റസൂലിൻ്റെ പ്രാർത്ഥന കേട്ട് ഉമ്മു സലമ റളിയല്ലാഹു അൻഹ പ്രാർത്ഥന ചൊല്ലിയെന്നാണ്. ഉമ്മു സലമ റളിയല്ലാഹു അൻഹ പറയാണ്, ഈ പ്രാർത്ഥന ഞാൻ ചൊല്ലുമ്പോൾ എൻ്റെ മനസ്സിലൊരു ചിന്ത കടന്നു വന്നു എന്നാ. എന്താ ചിന്ത? ഖൈറായത് നീ എനിക്ക് തിരിച്ചു തരണേന്നാണല്ലോ. അബൂസലമയേക്കാൾ നല്ലൊരു ഭർത്താവിനി ആരാണ്? അബൂസലമയേക്കാൾ നല്ലൊരു ഭർത്താവിന് എനിക്ക് കിട്ടുമോ? അതിനേക്കാൾ വലിയൊരു ഖൈറ് ഉണ്ടാകുമോ എന്ന് ചിന്തിക്കുകയാണ് ഉമ്മു സലമ റളിയല്ലാഹു അൻഹാ. നോക്കൂ നിങ്ങൾ, ആ പ്രാർത്ഥന യാഥാർത്ഥ്യമായി പുലരുന്നത് ചരിത്രത്തിൽ കാണാം. ഉമ്മു സലമ റളിയല്ലാഹു അൻഹ പറയാണ്, എൻ്റെ ഇദ്ദയുടെ കാലം കഴിഞ്ഞു, ഞാൻ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും സന്തോഷിച്ച ദിനരാത്രങ്ങൾ എനിക്ക് കടന്നു വന്നു. അതേ അബൂസലമയുടെ മരണശേഷം എന്നെ വിവാഹം കഴിച്ചത് അല്ലാഹുവിൻ്റെ റസൂലാണ്. റസൂലുള്ളാഹിന്റെ ഭാര്യയായി മാറാനുള്ള തൗഫീഖ് ഉമ്മു സലമ റളിയല്ലാഹു അൻഹയ്ക്ക് അല്ലാഹു നൽകിയിട്ടുണ്ടെങ്കിൽ അത് ഈ പ്രാർത്ഥനയാണ് കാരണമെന്ന് ഉമ്മു സലമ റളിയല്ലാഹു അൻഹ രേഖപ്പെടുത്തുന്ന ഹദീസ് കാണാം. നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾക്ക് ദുആ പരിഹാരമാണെന്ന് പറഞ്ഞ് അതിൻ്റെ കൂടെ പ്രതീക്ഷയും വേണം. പ്രാർത്ഥിച്ചാൽ മാത്രം പോരാ, പ്രതീക്ഷയും കൂടി ഉണ്ടാവണം. പ്രതീക്ഷ കൂടി ഉണ്ടാകുമ്പോഴേ നമ്മുടെ പ്രാർത്ഥനയ്ക്കൊരു ബലം ഉണ്ടാവുള്ളൂ. പണ്ട് കാലങ്ങളിലൊക്കെ പിന്നെ മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു അല്ലേ? മഴയ്ക്ക് വേണ്ടി എൻ്റെ ഉപ്പ പറയും, പിന്നെ വല്യപ്പാരൊക്കെ കുട പിടിച്ചിട്ട് അത്ര ദുആ ചെയ്യാൻ വേണ്ടി പോവുക. കയ്യിൽ കുട വെച്ചിട്ടാണ് മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി പോകാനാണ്. എന്തിനത്? ഇന്ന് പ്രാർത്ഥിച്ചാൽ മഴ കിട്ടുന്നവർക്ക് എന്തായിരുന്നു? ഒരു കോൺഫിഡൻ്റ് അവർക്കുണ്ടായിരുന്നു, ഒരു ഉറപ്പ് അവർക്കുണ്ടായിരുന്നു അല്ലേ? ഇന്ന് നമ്മൾ ആരെങ്കിലും മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കലുണ്ടോ എന്ന് വിട്ടിട്ട് പ്രാർത്ഥിച്ചാൽ തന്നെ കൊടയിട്ട് പോയല്ലോ ഉണ്ടോ? നമ്മളെ കൽബിനെ സംബന്ധിച്ച് നമുക്ക് തന്നെ ഒരു ധാരണ ഇല്ല എന്നർത്ഥം അല്ലേ? നമ്മളെ കൽബിൽ തന്നെ ഒരു ധാരണ ഇല്ല എന്നർത്ഥം. ആലോചിച്ച് നോക്കി നിങ്ങൾ. പ്രാർത്ഥനയുടെ കൂടെ പ്രതീക്ഷ വേണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, റസൂലുള്ളാഹിന്റെ ഹദീസുകൾ വിവരിച്ച് പണ്ഡിതന്മാർ പറഞ്ഞു, ഒരു പക്ഷി പറന്നു പോകുന്നത് പോലെയാണ് ദുആ. ദുആയും പ്രതീക്ഷയും. വിശ്വാസം വേണം, പ്രാർത്ഥന വേണം, പ്രതീക്ഷ വേണം. വിശ്വാസവും പ്രാർത്ഥനയുടെയും അടിസ്ഥാനത്തിൽ, വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ദുആ ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ പ്രതീക്ഷ ഏറ്റവും പ്രധാനമാണ്. രണ്ടും ഒരു പക്ഷിയുടെ രണ്ട് ചിറക് പോലെയാണെന്ന് പണ്ഡിതന്മാർ പറഞ്ഞു. ഒരു പക്ഷിയുടെ രണ്ട് ചിറക് പോലെ എന്ന് പറഞ്ഞാൽ ഒരു പക്ഷി പറക്കാൻ രണ്ട് ചിറകും ഒരുപോലെ ചലിക്കണം, എങ്കിലേ ആ പറക്കലിനൊരു സുതാര്യത ഉണ്ടാവുള്ളൂ. എന്നതുപോലെ നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളും പ്രയാസങ്ങളൊക്കെ മാറി മനസ്സിനൊരു കുളിരും സമാധാനമൊക്കെ കിട്ടാൻ, പരലോകത്തൊക്കെ ഒരു രക്ഷ ലഭിക്കണം എന്നുണ്ടെങ്കിൽ ദുആ വേണം. ദുആൻ്റെ കൂടെ പ്രതീക്ഷയും വേണം. അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീക്ക് നൽകുമാറാവട്ടെ. ഈമാനോടുകൂടി മരിക്കണം സഹോദരങ്ങളെ. അതിന് അമലുകൾ ധാരാളം നമ്മുടെ കൈകളിൽ വേണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു ഹദീസ് വിശദീകരിച്ചിട്ടൊരു സംഭവം മാത്രം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, അള്ളാഹു ഒരു വ്യക്തിക്കൊരു ഖൈർ ഉദ്ദേശിച്ചാൽ, ഒരു ഖൈർ ഒരു വ്യക്തിക്ക് അള്ളാഹു ഉദ്ദേശിച്ചാൽ, ഇസ്തഅമലഹു, അമല് ചെയ്യാനുള്ള കവാടം അവൻ്റെ മുന്നിൽ അല്ല തുറന്നു കൊടുക്കുന്ന, കർമ്മങ്ങൾ ചെയ്യാനുള്ള ഒരു കവാടം. സ്വഹാബികൾ ചോദിച്ചു, വമാ യസ്തഅമിലുഹു യാ റസൂലല്ലാഹ്, റസൂലെ എന്താണ് ഈ കവാടം തുറക്കുക, അല്ലെങ്കിൽ അമല് ചെയ്യാനുള്ള ഒരു വഴി അവന് തുറന്നു കൊടുക്കുമെന്ന് പറഞ്ഞതിൻ്റെ ഉദ്ദേശം എന്താണ് റസൂലെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ചില ആളുകൾ ഭൂമിയിൽ ജീവിക്കും, മരിച്ചു പോകുമ്പോൾ ഓർത്തിരിക്കാൻ മാത്രമുള്ള പലതും ഈ ഭൂമിയിൽ ബാക്കി വെച്ചിട്ടാണ് അവർ പോവുക. ആലോചിച്ച് നോക്കി നിങ്ങൾ സഹോദരങ്ങളെ. നമ്മളിന്ന് മരിച്ചാൽ നമ്മൾ നമ്മുടെ ഖബറിലേക്ക് വേണ്ടി നേടി എന്നതിൻ്റെ കൂടെ ജനങ്ങൾ നമ്മളെക്കുറിച്ച് ഓർക്കാൻ മാത്രമുള്ള വല്ലതും നമ്മളവിടെ ചെയ്തു വെച്ചിട്ടുണ്ടോ എന്ന് നമ്മൾ ആലോചിക്കണം. ജീവിതം അടയാളപ്പെടുത്തിക്കൊണ്ട് യാത്രയാവാൻ നമുക്ക് കഴിയണം. അത് ആഖിറത്തിലെ സന്തോഷത്തിനും സമാധാനത്തിനുള്ള വഴിയാണ്. ഈ പള്ളി ഇവിടെ ഉണ്ടാക്കിയൊരു വ്യക്തിയെ നിങ്ങളൊരു ഉദാഹരണം മനസ്സിലാക്കി. ഇതിപ്പോൾ ഒരു വ്യക്തിയാണ് ഉണ്ടാക്കിയതെങ്കിൽ, ഇതാരാ ഉണ്ടാക്കിയത് എനിക്കറിയില്ല,
എങ്ങനെയെന്ന് എനിക്കറിയില്ല. എന്തായാലും ഇതിന് വഹിച്ച കുറേ ആളുകൾ ഉണ്ടാവുമല്ലോ. ആദ്യം ഇതിന് യോഗം വിളിച്ചു കൂട്ടിയൊരു വ്യക്തിയുടെ ഒരു പങ്ക് ഇതിൽ ചെറുതല്ലല്ലോ. ആ യോഗത്തിൽ വന്ന് ഇരുന്നവരുടെ പങ്ക് ചെറുതല്ലല്ലോ, അല്ലേ? ആ യോഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇങ്ങനൊരു തീരുമാനമെടുത്തവർക്ക് അവരുടെ പങ്ക് ചെറുതല്ലല്ലോ. ഞാനൊരു പള്ളി ഉണ്ടാക്കിത്തരാമെന്നൊരു വ്യക്തി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പറഞ്ഞ വ്യക്തി, ആ ചെയ്ത വ്യക്തിയുടെ അടയാളമാണ് ഈ പള്ളി. ആ യോഗം കൂടിയവരുടെ അടയാളമാണ് ഈ പള്ളി, അല്ലേ? ജീവിതത്തിൽ നമ്മൾ മരിച്ചാലും നമ്മുടെ അക്കൗണ്ടിലേക്ക് ഇതിൻ്റെ വരവുകൾ വന്നുകൊണ്ടിരിക്കുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ പോകാൻ നമ്മൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്ന് സ്വയം നമ്മുടെ കൽബിനോട് ചോദിക്കണം, നമ്മുടെ മനസ്സിനോട് ചോദിക്കണം. നമ്മുടെ നാട്ടിൽ തന്നെ ആവണമെന്നില്ല, എവിടെയെങ്കിലുമൊക്കെ ഒരു നന്മ നിറഞ്ഞ മനസ്സോടുകൂടി ഒരു പുണ്യം രേഖപ്പെടുത്തി വെക്കാൻ നമുക്ക് കഴിയാം. അങ്ങനെയൊക്കെ നമ്മൾ ഈ ഭൂമിയിൽ നന്മകൾ ചെയ്തുകൊണ്ട് ജീവിച്ച് യാത്രയാകാൻ നമുക്ക് കഴിയണം. റസൂലുള്ളാഹി പറഞ്ഞത് അങ്ങനെ ഒരു തൗഫീഖ് പടച്ച റബ്ബ് തരുന്നതാണ്. അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീഖ് നമുക്ക് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. സ്വർഗം ലക്ഷ്യം വെച്ചുകൊണ്ട് ജീവിക്കാൻ നമുക്ക് സാധിക്കണം. അങ്ങനെ ജീവിക്കുമ്പോൾ സ്വാഭാവികമായും നമ്മുടെ മനസ്സിനൊരു കുളിരും സമാധാനവും ഒക്കെ ധാരാളം കണ്ടെത്താൻ നമുക്ക് സാധിക്കും. റഹ്മാനായ റബ്ബ് ആ രൂപത്തിൽ നമ്മുടെ ജീവിതത്തെ ക്രമീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന യഥാർത്ഥ വിശ്വാസികളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ ഒരുപാട് പിഴവുകൾ, ഒരുപാട് തെറ്റുകുറ്റങ്ങൾ എല്ലാം അള്ളാഹു വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. നമ്മുടെ സൽക്കർമ്മങ്ങൾ, ഇബാദത്തുകൾ അള്ളാഹു സ്വാലിഹായ കർമ്മങ്ങളായി സ്വീകരിക്കുമാറാവട്ടെ. ധാരാളം കർമ്മങ്ങൾ ചെയ്ത് അമലുകൾ ചെയ്ത് ജീവിക്കാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. ധാരാളം തൗഹീദിൻ്റെ മാർഗത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ഷഹാദത്ത് കലിമയെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ആ തൗഹീദിൻ്റെ മാർഗത്തിൽ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാനും ആ തൗഹീദിൻ്റെ പ്രബോധന രീതിയിൽ പങ്കുവഹിക്കാനുമുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. ജീവിതത്തിൽ നന്മ നിറഞ്ഞ ജീവിതം നയിക്കാൻ, നാളെ ആഖിറത്തിലേക്ക് വേണ്ടി വലിയ മുതൽക്കൂട്ടുകൾ ഉണ്ടാക്കി വെക്കാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇന്ന് മനുഷ്യർ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ, ചെറുതും വലുതുമായ എല്ലാ പ്രയാസങ്ങളും അള്ളാഹു നമ്മിൽ നിന്ന് അകറ്റിത്തരുമാറാവട്ടെ. സമാധാനമുള്ള ഒരു ജീവിതം അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ സന്താനങ്ങൾക്ക് അള്ളാഹു ദീനിലേക്കുള്ള ദിശാബോധം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവിൻ്റെ ദീനനുസരിച്ച് ജീവിക്കുന്ന നല്ല സന്താനങ്ങളെ വാർത്തെടുക്കാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹജാത്ത്. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാം വൽ മുസ്ലിമീൻ വഅദിൽ ശിർക വൽ മുശ്രിക്കീൻ. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാം വൽ മുസ്ലിമീൻ വഅദിൽ ശിർക വൽ മുശ്രിക്കീൻ വദമ്മിർ അഅദാഅക വഅഅദാഅ ദീൻ. اللهم أصلح حال إخوان المسلمين في كل مكان. ربنا تقبل منا ربنا تقبل منا ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين. وصلى الله على محمد وعلى آله وصحبه أجمعين والحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.